to propose welcome address. Sir, please. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് സലീം സർ, ഈച്ച് വൺ ടീച്ച് വൺ പ്രൊജക്ടിന്റെ കോർഡിനേറ്ററും ഫോർ ട്രെയിനിങ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ മിസ്റ്റർ നൗഫൽ സി, ഫോർ ട്രെയിനിങ് കോളേജ് ഗുരുദർശൻ ചാനലിന്റെ ഡയറക്ടർ ആബിദ് സാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യൂട്യൂബ് വഴി ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവർ, ഫോർ ട്രെയിനിങ് കോളേജിന്റെ ഒരു പ്രൊജക്റ്റായ ഈച്ച് വൺ ടീച്ച് വൺ അതിന്റെ ആഭിമുഖ്യത്തിൽ, ആ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നെറ്റ് കോച്ചിങ്ങിന്റെ 6ാമത്തെ ദിവസമാണ് ഇന്ന്. മറ്റു ദിവസങ്ങളിൽ നടന്ന ക്ലാസ്സുകളെ വിലയിരുത്തിയപ്പോൾ കിട്ടിയ അഭിമാനകരമായ ഫീഡ്ബാക്കുകൾ ഞങ്ങൾക്ക് വളരെയേറെ പ്രോത്സാഹകമായിട്ടുണ്ട് എന്ന് അറിയിക്കാൻ ഈ ഒരു അവസരത്തെ ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന കമന്റുകൾ ഞങ്ങൾക്ക് വളരെയേറെ പ്രോത്സാഹകവും ഇതുപോലെ വീണ്ടും അടുത്ത പരിപാടികളൊക്കെ നടത്താനുള്ളതായിരിക്കുന്ന ഒരു പ്രചോദനവുമായി തീർന്നിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ ഞങ്ങൾ വായിച്ചു നോക്കി. ആ കമന്റുകളൊക്കെ തന്നെ വളരെയേറെ സന്തോഷം നൽകുന്നതും ഇത്തരം പരിപാടികൾ ഇനിയും നടത്തണമെന്ന് ഞങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതുപോലുള്ളതായിരിക്കുന്ന മത്സര പരീക്ഷകളുടെ വിവിധ പരിപാടികൾ ഇനിയും നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ നെഗറ്റീവുകളുടെ ഒരു കാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന കോവിഡ് കാലത്ത് ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് ഞങ്ങൾ ഫോർ ട്രെയിനിങ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും നൽകി വരാറുള്ളതായിരിക്കുന്ന നെറ്റ്, ടെറ്റ്, സെറ്റ് പോലുള്ളതായിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് അവരെ തയ്യാറെടുപ്പിക്കുന്നതിനുള്ളതായിരിക്കുന്ന ക്ലാസ്സുകൾ ഇന്ന് കേരളത്തിലുള്ളതായിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കാവുന്ന രീതിയിലേക്ക് നൽകാൻ സാധിച്ചു. യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഇതെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു പോസിറ്റീവ് ഗുണം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പറയാനുള്ളത്, ഇതുപോലുള്ളതായിരിക്കുന്ന ധാരാളം പരിപാടികൾ ഇനിയും ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തുന്നുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഈ യൂട്യൂബ് ചാനൽ പോലുള്ളവ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്ത് അവർക്ക് കൂടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലവും ഗുണവും അവർക്ക് കൂടി ലഭ്യമാക്കാൻ വേണ്ടി നിങ്ങൾ കൂടി സഹകരിക്കണമെന്നുമാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം കുട്ടികളിൽ വന്ന ഫീഡ്ബാക്കിന്റെ ഒരു വോയിസ് നോട്ട് ഞാൻ ഇന്ന് കേൾക്കുകയുണ്ടായി. അവരുടെ ഭാഷയിൽ പറയുന്നത് ഈ ഒരു കോച്ചിങ്ങിനെ കുറിച്ച് പൊളിച്ചു എന്നാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കമന്റുകൾ കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട് എന്നുകൂടി കുട്ടികളെ അറിയിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടേതായിരിക്കുന്ന ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് തീർച്ചയായും നൽകണം. അതിന് ഞങ്ങളുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് കൂടുതൽ പ്രേരകമായി തീരുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമയം ദീർഘിപ്പിക്കുന്നില്ല, കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ആമുഖ ഭാഷണം നടത്തുന്ന പ്രിൻസിപ്പൽ, എല്ലാ ദിവസവും നമ്മളോട് സംസാരിക്കുന്ന പ്രിൻസിപ്പല് നമുക്കൊരു പുതിയ ഓഫർ കൂടി വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കട്ടെ. നാളെ നമ്മളുടെ അവസാനത്തെ ക്ലാസ് ആണ്. നെറ്റ് കോച്ചിങ്ങിന്റെ ഒരു അവസാനിപ്പിക്കൽ, അതിന്റെ ഒരു ആ ഒരു പ്രോഗ്രാമിന്റെ അവസാനിപ്പിക്കലാണ് നാളെ. അപ്പൊ നാളെ അഫീഫ് സാറാണ് പീപ്പിൾ ആൻഡ് എൻവയറമെന്റ് എന്ന് പറയുന്ന ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ആ ക്ലാസ് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ നല്ലൊരു മോട്ടിവേഷൻ ട്രെയിനർ കൂടിയാണ്. പ്രിൻസിപ്പൽ നമ്മളോട് നെറ്റിന് നല്ലൊരു മോട്ടിവേഷൻ നൽകുന്നതായിരിക്കുന്ന ഒരു ക്ലാസ് കൂടി സാർ ഓഫർ ചെയ്തിട്ടുണ്ട്. സാറിനെ ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വരുന്നത് ഫോർ ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ അധ്യാപകനാണ് നൗഫൽ സാർ. നൗഫൽ സാറിനെ വിശേഷിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വാചകം എനിക്ക് തോന്നുന്നത്, ഏറ്റവും വിദ്യാർത്ഥികളോട് ഏറ്റവും ജനകീയനായ, വിദ്യാർത്ഥികളോടൊപ്പം ഏറ്റവും നല്ല വിദ്യാർത്ഥികളുമായിട്ടുള്ള ഏറ്റവും നല്ല സൗഹൃദമുള്ള ഒരു അധ്യാപകനാണ്. ആ അധ്യാപകനെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് നമ്മളുടെ അധ്യാപനത്തിൽ, അതായത് ടീച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഏറ്റവും പുതിയ കൺസെപ്റ്റാണ് ലൈഫ് കോച്ച് എന്ന് വിളിക്കുന്നത്. മെന്റർ എന്ന വാക്ക് കുറച്ചുകൂടി ഉയർന്ന് ലൈഫ് കോച്ച് എന്ന അർത്ഥത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
തീർച്ചയായും നൗഫൽ സാർ ഒരു അക്ഷരാർത്ഥത്തിൽ തന്നെ അതിന്റെ വാക്കത്തിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഒരു ലൈഫ് കോച്ചാണ്. കുട്ടികൾക്കായി അദ്ദേഹം ധാരാളം മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാറുണ്ട്. യുവാക്കൾക്കായി അദ്ദേഹം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ധാരാളം ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി നിരന്തരം ട്രെയിനിങ് കൊടുത്തു വരുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. അതുകൊണ്ട് എല്ലാ മേഖലയിലെയും ജീവിതത്തിന്റെ എല്ലാ മേഖലയുമുള്ള ആളുകൾക്ക് പ്രചോദനമാക്കുന്ന രീതിയിൽ പ്രയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ധാരാളം പരിശീലനം നടത്തുന്ന ഒരു അധ്യാപകനാണ് തീർച്ചയായും നൗഫൽ സാർ. ടെറ്റ് കോച്ചിങ്ങില് സെറ്റിലൊക്കെ ദീർഘകാലത്തെ പരിചയം കൂടി അദ്ദേഹത്തിനുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അധ്യാപന പരിശീലന രംഗത്തേക്ക് കടക്കാൻ സാധിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അതിനെ വളരെയേറെ ഉപയോഗപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അടക്കം നിരവധി സമിതികളിലെ അംഗമായിരുന്ന നൗഫൽ സാറിനെ ഈ ഒരു വേദിയിലേക്ക് ഇന്നത്തെ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ അതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് മാത്രമല്ല, ഈച്ച് വൺ ടീച്ച് വൺ എന്ന പ്രൊജക്ടിന്റെ കോർഡിനേറ്റർ കൂടി നൗഫൽ സാറാണ്. ഈ ഒരു പ്രോഗ്രാം മുഴുവനായും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും കൂടി നൗഫൽ സാറാണ്. അതിനാൽ ഏറെ സന്തോഷമുണ്ട് നൗഫൽ സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒപ്പം നമ്മളുടെ ഈ പരിപാടികളെല്ലാം തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മളെ ഏറ്റവും അധികം സഹായിച്ച ഒന്നാണ് നമ്മളുടെ ഗുരുദർശൻ എന്ന ഫറൂഖ് ട്രെയിനിങ് കോളേജിന്റെ യൂട്യൂബ് ചാനൽ. നിങ്ങൾ പലരും ആ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ആ ചാനലുകൾ ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ആ ചാനലിന്റെ ഡയറക്ടർ കൂടിയായ അദ്ദേഹം അവധി ദിവസങ്ങൾ പോലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഗൂഗിൾ മീറ്റ് വഴിയും യൂട്യൂബ് വഴിയും പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഫറൂഖ് ട്രെയിനിങ് കോളേജിന്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷെരീഫ് സാർ ഫോർ യുവർ നൈസ് വേർഡ്സ്. ഷെരീഫ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പാളിന്റെ പേര് എല്ലാവരും നേരത്തെ തന്നെ ഈ നെറ്റ് കോച്ചിങ് സംബന്ധമായി മറ്റെല്ലാ ഫീൽഡിലും അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസിനെ കുറിച്ച് നമുക്കൊക്കെ പരിചയമുണ്ട്. പ്രിൻസിപ്പൽഷിപ്പിന്റെ തിരക്കിനിടയിൽ നമുക്ക് നാളെ അദ്ദേഹം 1 മണിക്കൂർ നീക്കി വെച്ചിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെയാണ് അത് ഇവിടെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ സെഷൻ നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന്റെ തൊട്ട് മുമ്പും നെറ്റ് കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നതിൽ യാതൊരു സംശയമില്ല. ഏറെ സ്നേഹത്തോടെ ആമുഖ ഭാഷണം നടത്തുന്നതിന് വേണ്ടി സലീം സാറെ സാദരം ക്ഷണിച്ചോളൂ. സാർ പ്ലീസ്. പ്രിയപ്പെട്ട നൗഫൽ, സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് സാർ, ഈ പ്രോഗ്രാമിലെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അതിമനോഹരമായി അതിഗംഭീരമായി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇത് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് വലിയ ഒരു സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ഒക്കെ എനിക്ക് ഉണ്ട്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച പോലെ നിങ്ങൾ കാണിക്കുന്ന ആവേശം, സമയത്തിൽ കാണിക്കുന്ന ക്ലിപ്തത, ഷെരീഫ് സാർ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് തുടർന്നും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാൻ അത് വലിയ ഊർജം കൈവരും, യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ. ഇന്നത്തെ വിഷയം കമ്മ്യൂണിക്കേഷനാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാല് ഈ നെറ്റ് കോച്ചിങ്ങിന് തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. കാര്യം ഒരു അധ്യാപന മേഖലയിലേക്ക് നമ്മളെ ഇന്നലെ അസംഗോയ സാർ പറഞ്ഞ പോലെ ഒരുപാട് പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ ദേശീയ തലത്തിൽ ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് കുറച്ചുപേരെ താൽക്കാലികമായി എലിമിനേറ്റ് ചെയ്ത് ഏറ്റവും മിടുക്കരായ ഏറ്റവും അനുയോജ്യരായ ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു തരം എലിമിനേഷൻ ആണിത്, ഫിൽട്ടറിംഗ് ആണ്. അപ്പൊ ആ ഫിൽട്ടറിംഗിൽ ഏറ്റവും മികച്ചവരെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ആരാണ് ഏറ്റവും മികച്ച അധ്യാപകൻ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയുക, ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നയാളാണ് ഏറ്റവും നല്ല അധ്യാപകൻ എന്നാണ്. വീണ്ടും ചോദ്യം മനസ്സിൽ വരും, ആരാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ എന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേറ്റർ മറ്റാരുമല്ല, അത് അധ്യാപകരാണ്. ഇപ്പോ ജീവിതമാണ് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസമാണ് ജീവിതം എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അധ്യാപനമാണ്, അധ്യാപനമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയേണ്ടി വരും. അത്രക്കും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ കേട്ടിരിക്കുന്ന ആളിന്
മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് ആരാണോ അയാളാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആള്. ഏറ്റവും നല്ല വിവരമുള്ള ആളല്ല ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ. ആവശ്യമനുസരിച്ച് സന്ദർഭോചിതമായി എന്താണോ പറയേണ്ടത് അതെങ്ങനെ പറയണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളാണ് നല്ല കമ്മ്യൂണിക്കേറ്റർ. ഓറൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ലല്ലോ. ഞാൻ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷനാണ്. എന്റെ സ്നേഹം ഒരു കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൗ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദിസ് 10 ഏരിയ ഓഫ് ജനറൽ പേപ്പർ. നിങ്ങൾ എങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു UGCയോട്? നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ റിസർച്ചിനെ കുറിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ UGCയോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? നിങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ICT എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ഇതാണ് ഈ പരീക്ഷ. മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ജനറൽ പേപ്പറിന്റെ 1 മണിക്കൂർ പരീക്ഷ എന്ന് പറയുന്നത് വളരെ ആസ്വാദികരമായി നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ പേപ്പർ നോക്കുന്ന മെഷീനാണെങ്കിലോ മനുഷ്യനാണെങ്കിലോ അയാൾക്കും നിങ്ങൾ പേപ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് വളരെ ആസ്വാദികരമായിട്ട് തോന്നും. റിസൾട്ട് ഗംഭീരമായിരിക്കും. ആ റിസൾട്ട് ഗംഭീരമായാൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് നാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കുറച്ച് സമയം. നൗഷാദ് സാർ എടുത്ത ക്ലാസിന്റെ കണ്ടിന്യൂഷൻ. അപ്പോ നമുക്ക് ഇത് അതിഗംഭീരമാക്കണം. ഇതിൽ പങ്കെടുത്ത ആളുകളുടെ റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ നെറ്റ് എഴുതിയിട്ട് ഉടനെ വരും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഇന്ന് ക്ലാസ് എടുക്കുന്നത് എൻ്റെ തന്നെ വിദ്യാർത്ഥിയായ, എൻ്റെ ഫറൂഖ് ട്രെയിനിങ് കോളേജിൽ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി നൗഫലാണ്. നൗഫൽ ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അത് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്ററെ കുറിച്ചാണ്. ഞാൻ പ്രൈമറി സ്കൂളിൽ അധ്യാപകനായിട്ട് തുടങ്ങിയ ആളാണ്. 1ാം ക്ലാസ്സിൽ അധ്യാപകനായിട്ട് തുടങ്ങിയ ആളാണ്. 4 വർഷം പഠിപ്പിച്ചു, പിന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചു, പിന്നെ കോളേജിൽ എത്തിയത്. ഈ പ്രൈമറി സ്കൂളിൽ ഹെഡ് മാസ്റ്റർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പ്രൈമറി സ്കൂളിലെ ടീച്ചർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ എല്ലാ വിഷയവും പഠിപ്പിക്കുന്ന ആളുകളാണ് ഈ അധ്യാപകർ. കണക്കും പഠിപ്പിക്കും, സയൻസും പഠിപ്പിക്കും. ഹൈസ്കൂളിൽ അങ്ങനെ അല്ലല്ലോ. SS ടീച്ചർ SS പഠിപ്പിക്കുള്ളൂ, ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കും, ബയോളജി ടീച്ചർ ബയോളജിയെ പഠിപ്പിക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങളെ പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകർ അവരെല്ലാ വിഷയവും നിങ്ങളെ പഠിപ്പിക്കും. പ്ലസ് PT പഠിപ്പിക്കും, തുന്നൽ പഠിപ്പിക്കും, മ്യൂസിക് പഠിപ്പിക്കും. ഞാൻ 4 കൊല്ലം അത് എൻജോയ് ചെയ്ത ആളാ. ഇപ്പോഴും ഈ തലത്തിൽ PhD തലം വരെ പഠിപ്പിക്കാൻ വന്നിട്ടോ ആ ഒരു സംതൃപ്തി എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സംതൃപ്തി ടീച്ചിങ്ങിൽ. അപ്പൊ ഞാൻ നൗഫലിനെ കുറിച്ച് പറയുന്നത്, ഈ പ്രൈമറി സ്കൂളിലെ മാഷന്മാരെ ലീഡ് ചെയ്യുന്ന ആളാണ് പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഇത് മൂത്ത ആളാണല്ലോ, അതുകൊണ്ട് ഏത് ക്ലാസ് കൊടുക്കും. അപ്പൊ ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു അധ്യാപകൻ എന്തെങ്കിലും വീക്ക് ഉണ്ടെങ്കിൽ ഹെഡ് മാഷ് പറയും, ഹെഡ് മാഷ് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക് ഹെഡ് മാഷ്. കാര്യം നീ അങ്ങോട്ട് മാറിയെന്നോ, ഞാൻ എടുത്തോളാം എന്ന് അദ്ദേഹം പറയും. അത് മാത്സ് ആണെങ്കിലും അദ്ദേഹം എടുക്കും, സയൻസ് ആണെങ്കിലും എടുക്കും, തുന്നലാണെങ്കിലും എടുക്കും. ഇതാ പ്രൈമറി സ്കൂൾ ഹെഡ് മാഷ് എന്നതാണ് എനിക്ക് നൗഫലിനെ കുറിച്ച് ഓർമ്മ വന്നത്. നമ്മുടെ കോളേജിൽ ഈ ഫിനിഷിംഗ് സ്കൂൾ നടത്തുന്നു, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടത്തുന്നു. ഇതിൽ ഈ 10 ഏരിയയിൽ ഏത് ഏരിയ വെച്ച് കൊടുത്താലും നൗഫൽ എടുത്തോളും. ഒരാളില്ലെങ്കിൽ അത് ഞാൻ എടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് കഴിയുന്ന ഒരു നല്ല കുട്ടി, നല്ല വിദ്യാർത്ഥി, ഇവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ. അപ്പൊ അദ്ദേഹം നിങ്ങളെ കൂടെ എന്നും ഈ കോർഡിനേറ്ററായിട്ട് ഉണ്ട്. ഇന്ന് നിങ്ങൾ അദ്ദേഹത്തെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ തീർച്ചയായും ഇതൊരു അനസ്യൂതമായ യാത്രയായിട്ട് മാറണം. നെറ്റിന്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടെ നാളെ പറയാം. ഇത് നമ്മൾ വിടാനുള്ള ഉദ്ദേശമില്ല. തീർച്ചയായിട്ടും നമ്മൾ നെറ്റ് വാങ്ങിയിരിക്കും, അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് എന്ന് ഞാൻ പറയുന്നില്ല, നിരാശപ്പെടുത്തല്ല. നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കും. നാളെ നമ്മൾ കൺക്ലൂഡിങ് സെഷനും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ വരും, ഇനിയിപ്പോ എന്ത് വന്നാലും വേണ്ടില്ല, നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് തന്നെ കാര്യമുള്ളൂ. ആ തരത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ഈ ടീമിന് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ എന്റെ പ്രിയപ്പെട്ട നൗഫലിനെ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ പിന്തുണ, ഇതിനൊക്കെ വളരെ നന്ദി. ഇതൊക്കെ തന്നെയാണ് ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ ഓരോ അധ്യാപകരെയും മുന്നോട്ട് നയിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഷാൾ ഐ പ്രസന്റ് മൈ സ്ക്രീൻ? എന്റെ സ്ക്രീന് കാണുന്നുണ്ടോ എന്ന് ഒരാളൊന്ന് വിവരം തന്നാൽ നന്നായിരുന്നു. ഹലോ, എങ്ങനെ? നേരത്തെ വന്നിട്ടുണ്ട്, ഒന്ന് പിൻ ചെയ്താൽ മതി, കാണുന്നുണ്ടാവും. കാണുന്നില്ലേ? ഉണ്ട് എന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ട്. യെസ്. അതിൽ നൗഫൽ
എല്ലാവരും കാണാൻ, നിങ്ങൾ അതൊന്ന് പിൻ ചെയ്താൽ കാണാവുന്നതാണ്. യെസ്, കാണുന്നുണ്ട്. ഷാൾ ഐ സ്റ്റാർട്ട്? ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഞാനാണ് ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രസന്റേഷൻ തുടങ്ങിക്കഴിഞ്ഞ ചില ആളുകളൊക്കെ അഡ്മിഷന് വേണ്ടി റിക്വസ്റ്റുമായി വരുമായിരിക്കും. അപ്പോ പ്രസന്റേഷന്റെ ഇടയിൽ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാൻ കഴിയണമെന്നില്ല. അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ യൂട്യൂബിൽ ഈ കാര്യങ്ങൾ വീക്ഷിക്കുക. യൂട്യൂബിൽ ഇത് ലൈവായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ആസ് പെർ ദ സിലബസ് ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ഹിയർ. ഹാവ് എ ലുക്ക്. ഈ സിലബസ് പ്രകാരം കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷന്റെ മീനിങ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ കോമ്പണൻസ്, കമ്മ്യൂണിക്കേഷന്റെ നേച്ചർ എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ടൈപ്സ് എന്തൊക്കെയാണ്, ബാരിയേഴ്സ് എന്തൊക്കെയാണ്, ദെൻ വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പറയണം എന്ന് സിലബസ് നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്റർ കൾച്ചറൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ദെൻ നമുക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ UGC കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടുത്താൻ കാരണമായ എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ, ദെൻ മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ഇതാണ് സിലബസ്. ഞാൻ ഈ 1.5 മണിക്കൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ 5 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ഒരു ടോപ്പിക്കാണ്. സിലബസിലൂടെ ഒരു യാത്രയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചാറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. Shall I start? Okay. Are you ready? Let me start with a question. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2 വർഷം മുമ്പ് വന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ബിഗിൻസ് ഹിസ് ഓർ ഹെർ പ്രസന്റേഷൻ വിത്ത്. നമ്മൾ പ്രസന്റേഷൻ തുടങ്ങാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യന്, ഈ ഒരു പ്രസന്റേഷന്റെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ റെലവെന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചോദ്യം വെച്ച് തുടങ്ങുന്നു. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ തന്റെ പ്രസന്റേഷൻ തുടങ്ങുന്നത് എ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ചോദിച്ചാവാം, നോൺ സെക്യൂറ്റർ ഒരു കൺക്ലൂഷൻ അവതരിപ്പിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കോട്ട് പറഞ്ഞുകൊണ്ടായിരിക്കാം, ഒരു ഫ്രേസ് പറഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഐസ് ബ്രേക്കർ. വാട്ട് ഈസ് യുവർ ഓപ്ഷൻ? പ്ലീസ് ചാറ്റ്. യെസ്, മെജോറിറ്റിയും പറഞ്ഞത് തന്നെയാണ് ശരിയായ ആൻസർ. യൂഷ്വലി വി ഓൾവേസ് ബിഗിൻ our communication with ഐസ് ബ്രേക്കർ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, why this is the answer, എന്തുകൊണ്ട് ഇത് ഉത്തരമായി. കമ്മ്യൂണിക്കേഷന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓൾവേസ് ബിഗിൻ വിത്ത്. എപ്പോഴും എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ തുടങ്ങേണ്ടത് ഇറ്റ് ഈസ് ത്രൂ റാപ്പോ മേക്കിംഗ് ഓർ ഐസ് ബ്രേക്കർ. നമ്മൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരോട് റാപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഐസ് ബ്രേക്കർ, ഇതിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തുടങ്ങേണ്ടത് എന്നാണ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ദാറ്റ് റാപ്പോർട്ട് മേക്കിംഗ് ക്യാൻ ബി ത്രൂ ഡിഫറെന്റ് സ്ട്രാറ്റജീസ്. ദേ ആർ ഗ്രീറ്റിംഗ്സ്. ക്ലാസ് റൂമിൽ പോയാൽ നമ്മൾ ടീച്ചർ ആദ്യം ഗുഡ് മോർണിംഗ് എന്ന് വിഷ് ചെയ്യുന്നു. ഗ്രീറ്റിംഗ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുമായിട്ട് പാർട്ണറുമായിട്ട് റാപ്പോ മേക്കിംഗ് നടത്താം. അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ, യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ഐ ആം നൗഫൽ ഫ്രം ഫാറൂഖ് ട്രെയിനിങ് കോളേജ്, ഇങ്ങനെയും തുടങ്ങാം. അല്ലെങ്കിൽ സല്യൂട്ടേഷൻ, പ്രസംഗമൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങാറുണ്ട്. അല്ലെങ്കിൽ ഇൻഫോർമൽ എക്സ്ചേഞ്ച്, പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഹൗ ആർ യു, ആർ യു ഹാപ്പി, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഈ 4 രീതിയിലാണ് ഐസ് ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ റാപ്പോ മേക്കിങ്ങോ നടത്തേണ്ടത്. ഇങ്ങനെയാണ് എപ്പോഴും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങേണ്ടത് എന്നാണ് കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചേക്കാം. ആ ചോദ്യം ഞാനൊന്ന് അവതരിപ്പിക്കട്ടെ, അതിനും നിങ്ങൾ ഉത്തരം ചെയ്യും. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓപ്ഷൻസ് ഒന്ന് മാറിയിട്ടുണ്ട്. എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ബിഗിൻസ് ഹിസ് ഓർ ഹെർ പ്രസന്റേഷൻ വിത്ത്. വി ഹാവ് 4 ഓപ്ഷൻസ്. ദേ ആർ ഐസ് ബ്രേക്കർ, സല്യൂട്ടേഷൻ, ഗ്രീറ്റിംഗ്സ്, ഇൻട്രൊഡക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു നല്ല കമ്മ്യൂണിക്കേഷൻ തുടങ്ങേണ്ടത് സല്യൂട്ടേഷനിലൂടെയാണ്, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സിലൂടെയാണ്, അല്ലെങ്കിൽ ബൈ ഇൻട്രൊഡ്യൂസിങ് അവർ സെൽഫ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു അത് ഐസ് ബ്രേക്കറിലൂടെയാണ് തുടങ്ങേണ്ടത്. സോ വാട്ട് വുഡ് ബി യുവർ ആൻസർ ഹിയർ? സർ, ഓക്കെ, സ്ക്രീൻ ഹലോ, വിസിബിൾ അല്ല. പ്രശ്നമുണ്ടോ? സ്ക്രീന് അവൈലബിൾ ആയിരുന്നില്ല, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, അപ്പോ ഇതിനും നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ശരിയായ ആൻസർ എഴുതിയിട്ടുണ്ട്. ചില ആളുകൾ 1-2 ആളുകൾ തെറ്റിച്ചിട്ടുണ്ട്. ഇവിടെ ആൻസർ വരുന്ന ഐസ് ബ്രേക്കർ എന്നാണ്. വൈ? ഐസ് ബ്രേക്കർ എന്നുള്ള പദം ബാക്കിയെല്ലാം 3 മറ്റു ഓപ്ഷനെ ഉൾക്കൊള്ളുന്നുണ്ട്. മാത്രമല്ല ഐസ് ബ്രേക്കിങ്ങിലൂടെയാണ് നമ്മൾ ഗുഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങേണ്ടത് എന്നാണ് പറഞ്ഞ് അതിനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ വിശദീകരിച്ചത്. സല്യൂട്ടേഷൻ, ഗ്രീറ്റിംഗ്സ്, ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ സല്യൂട്ടേഷനിലൂടെ മാത്രം തുടങ്ങാൻ കഴിയില്ല. സല്യൂട്ടേഷനിലൂടെയും തുടങ്ങാം, ഗ്രീറ്റിംഗ്സിലൂടെയും തുടങ്ങാം, ഇൻട്രൊഡക്ഷനിലൂടെയും തുടങ്ങാം. പക്ഷെ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഇവിടെ റൈറ്റ് ആയ ആൻസർ ഐസ് ബ്രേക്കിംഗ് എന്നാണ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് UGCക്ക് ചോദിച്ചേക്കാം, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. Shall I move? അടുത്തൊരു ചോദ്യം, നമ്മൾ ആദ്യത്തെ ടോപ്പിക്കാണ് മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ചോദ്യം. 3 വർഷം മുമ്പ് UGC എക്സാമിന് ചോദിച്ചതാണ്. ദ മീനിങ് ഓഫ് കമ്മ്യൂണിസ്റ്റ് ഈസ്.
As you know, the word communication has been originated from the Latin word communis or communicus. രണ്ട് വേർഡ് പറയുന്നുണ്ട്, അതിലൊരു വേർഡ് കമ്മ്യൂണിസ് ആണ്, മറ്റൊന്ന് കമ്മ്യൂണിക്കസ്. ഈ രണ്ട് വേർഡിൽ ഏതോ ഒരു വേർഡിൽ നിന്നാണ് ഇംഗ്ലീഷ് പദം കമ്മ്യൂണിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. സോ അതിന്റെ മീനിങ് എന്താണ്? യുവർ ഓപ്ഷൻ പ്ലീസ്. ഓക്കെ, എല്ലാവരുടെ ഓപ്ഷനും വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ മനസ്സിൽ ഓപ്ഷൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ പല ആളുകളും ആൻസർ തെറ്റിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തെറ്റിയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എറ്റിക്യൂട്ട്സ്. വൈ? ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? As you know, the word communication has been originated from Latin word communis or communicare. That means കോമൺ. കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നൗണിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പദം വരുന്നു എന്ന് നമ്മൾ ഇംപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് കോമൺ ടു ഓൾ എന്നാണ്. ഇനി കമ്മ്യൂണിക്കെയർ എന്നുള്ള വേർബിൽ നിന്നാണ്. സോറി, ഹലോ, ആം ഐ ഓഡിബിൾ? അത് ഓഡിബിൾ ആണ് സർ. അത് അവരുടെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. അത് അവരോടൊന്ന് റേഞ്ചിലേക്ക് നിൽക്കാൻ പറഞ്ഞാൽ മതി. കമ്മ്യൂണിക്കെയർ എന്നുള്ള ലാറ്റിൻ വേർബ് പദത്തിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വരുന്നത് ടു ഷെയർ എന്നാണ്. അപ്പോ ഇതാണ് അതിന്റെ ലെക്സിക്കൽ മീനിങ് വരുന്നത്. കോമൺ ടു ഓൾ ഓർ ടു ഷെയർ എന്നുള്ളതാണ് ലെക്സിക്കൽ മീനിങ് വരുന്നത്. ലെക്സിക്കൽ മീനിങ് മാത്രം ഓപ്ഷനായി വരണം എന്നില്ല UGC എക്സാമിൽ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ ആ ഓപ്ഷൻ കാണിച്ചത്. അതുകൊണ്ട് ഇതിന്റെ സിനണിംസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് ഇതിന്റെ സിനണിംസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മ്യൂച്വൽ. കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയ ഒരു ആസ്പെക്ട് ആണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ലിസണർ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജോയിന്റ്, ഇതും അതിന്റെ ഒരു സിനോണിമാണ്. അണ്ടർസ്റ്റാൻഡിങ്, സോഷ്യൽ ബിഹേവിയർ, റിലേഷൻഷിപ്പ്, കസ്റ്റംസ്, അതാണ് എറ്റിക്വറ്റ്സ്. സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ പരസ്പരം പുലർത്തേണ്ട മര്യാദകൾ. ദെൻ യൂണിവേഴ്സൽ, ഫെമിലിയർ, സെന്റിമെന്റ്, ഇതൊക്കെ അതിന്റെ പര്യായ പദങ്ങളായി വരാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷൻ വരികയാണെങ്കിൽ യു വിൽ ഹാവ് ടു റൈറ്റ് ദാറ്റ് ആസ് ദ ആൻസർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് communics or communicare? Got it? Yes. Then as you know, communication is a give and take process. കൊടുത്തു വാങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. വേർ ആർ യു ഗോയിങ്? നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. എന്തൊക്കെയുണ്ട്? സുഖമാണ്. സോ ഇറ്റ് ഈസ് എ ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്. അത് നിങ്ങൾ എപ്പോഴും മീനിങ് മനസ്സിലാക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യുക. ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഇൻ എ മൂഡ് ഓഫ് മ്യൂച്വാലിറ്റി, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങളോടാണ് പറയുന്നത് എന്ന് എനിക്കും തോന്നണം, സാറ് ഞങ്ങളോടാണ് പറയുന്നതെന്ന് നിങ്ങൾക്കും തോന്നുമ്പോഴാണ് ഒരു മൂഡ് ഓഫ് മ്യൂച്വാലിറ്റി ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോഴേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കെയർ എന്നുള്ള പദത്തിന്റെ മീനിങ് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, അതിന്റെ സിനണിംസ് ആയി ഉപയോഗിക്കുന്ന, പര്യായ പദങ്ങളായി ഉപയോഗിക്കുന്ന എല്ലാ വേർഡ്സും പഠിച്ചു വെക്കുക. അതിൽ ഒരെണ്ണം ഓപ്ഷനായി വരികയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി യുവർ ആൻസർ. ഷോൾ ഐ മൂവ്? യെസ്. Then definition. How can we define communication? സിലബസിൽ കൊടുത്തിട്ടുണ്ട്. 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. സിലബസിൽ വന്നതുകൊണ്ട് മാത്രം ലെറ്റ് മി ഇൻട്രൊഡ്യൂസ് വാട്ട് ഇസ് കമ്മ്യൂണിക്കേഷൻ. How can we define communication? Simply, as per Oxford, communication is transfer or conveying of meaning from one person to another. There is a definition. Please have a read. Systematic process of sharing ideas, information, feelings and emotions from one person to another. That is important in communication. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് വരുമ്പോൾ ഇൻട്രാ പേഴ്സണൽ ഉണ്ട്, അത് മറ്റൊരു ആസ്പെക്ട് ആണ്, അത് ഞാൻ പിന്നീട് വിശദീകരിക്കും. കമ്മ്യൂണിക്കേഷന്റെ കോമൺ ഡെഫിനേഷൻ വരുന്നത് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഷെയറിംഗ് ഐഡിയാസ്. ഇറ്റ് ക്യാൻ ബി ഐഡിയാസ്, ഇൻഫോർമേഷൻ, ഫീലിംഗ്സ്, ഇമോഷൻസ്. I am happy, I am sad. ഇതൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം from one person to another by creating mutual understanding. That is important in the process of communication. Mutual understanding. ഇനി അടുത്തൊരു ചോദ്യമാണ്, അടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനെല്ലാവരും ആൻസർ ചെയ്യുക. എ കസ്റ്റമർ റൈറ്റ്സ് ടു എ ബാങ്ക്, കൈൻഡ്ലി സെൻഡ് മീ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് മൈ ട്രാൻസാക്ഷൻ ഇൻ മൈ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 3 months. ഇൻ ടേംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് വിൽ ബി കോൾഡ്. ഒരു കസ്റ്റമർ ബാങ്കിന് എഴുതുകയാണ്, കഴിഞ്ഞ 3 മാസത്തെ എന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എനിക്ക് ഇഷ്യൂ ചെയ്യണം, ബാങ്കിന്റെ ഡീലിംഗ്സിന്റെ. കമ്മ്യൂണിക്കേഷന്റെ ടേംസിൽ അതിനെന്താണ് പറയാ? യുവർ ഓപ്ഷൻ പ്ലീസ്. കുറച്ച് പേര് ശരിയാക്കിയിട്ടുണ്ട്, കുറച്ച് പേര് തെറ്റിച്ചിട്ടുണ്ട്. ആൻസർ വരുന്നത് മെസ്സേജ് ആണ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അത് ഇൻപുട്ട് തന്നെയാണ്. ഇൻപുട്ട് ആണ് എന്നതിൽ യാതൊരു സംശയമില്ല. അവർ ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് എന്റെ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ തരണം എന്നുള്ളത്. പക്ഷെ ഇൻ ടേംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് അവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ടെക്നിക്കലി ഇൻപുട്ട് എന്നല്ല അതിന് പറയുന്നത്, മെസ്സേജ് എന്നാണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ അങ്ങനെ വേർഡ് വരുന്ന സമയത്ത് നിങ്ങൾ അത് ഫോക്കസ് ചെയ്യണം. ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് മെസ്സേജ്. സോ ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ വിച്ച് ആർ ദ ഡിഫറെന്റ് കോമ്പണന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്.
ആണ്. കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. അടുത്ത ടോപ്പിക്കാണ് സിലബസിൽ. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെന്റർ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യേറ്റ് ചെയ്യുന്നത് സ്പീക്കറിൽ നിന്നാണ്. സ്പീക്കർക്ക് കമ്മ്യൂണിക്കേഷൻ ടെർമിനോളജിയിൽ പറയുന്നത് സെന്റർ എന്നാണ്. മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളാണ് സ്പീക്കർക്ക്. പിന്നെയും നമ്മൾ പറയുന്ന ഒരുപാട് പേരുകളുണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. എൻകോഡർ, കാര്യം മെസ്സേജിനെ ലാംഗ്വേജ് ആക്കി എൻകോഡ് ചെയ്യുന്നത് സ്പീക്കർ തന്നെയാണ്. സോഴ്സ് ആണ്, മെസ്സേജിന്റെ സോഴ്സ് ആണ്. ഇതൊക്കെ അറിയും. ഇത്തരത്തിൽ ഈ ഒരു പേരിലൊക്കെ സ്പീക്കർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സെന്റർ ആണ്, എൻകോഡർ ആണ്, സോഴ്സ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എൻകോഡിംഗ്. എൻകോഡിംഗിൽ 3 പ്രോസസ് ആണ് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ആദ്യം സ്പീക്കർ ചെയ്യുന്നത് ക്രിയേറ്റ്സ് ദ മെസ്സേജ്. ആദ്യം നമുക്ക് മെസ്സേജ് ഉണ്ടാക്കണം. എനിക്ക് ദോശ വേണം, മെസ്സേജ് ആയി. ദെൻ കൺവേർട്ട് ഇൻ ടു ലാംഗ്വേജ്. രണ്ടാമതായി ഞാൻ ചെയ്യുന്നത് അത് ലാംഗ്വേജിലേക്ക് മാറ്റി. എനിക്ക് ദോശ വേണം എന്നുള്ള ലാംഗ്വേജിലേക്ക് മാറ്റി. ഐ വോണ്ട് ഐസ്ക്രീം, അങ്ങനെ ലാംഗ്വേജ് ആക്കി മാറ്റി. മൂന്നാമതാണ് ഞാൻ ചാനലിലൂടെ അതിനെ കൺവേ ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എൻകോഡിംഗ് ക്രിയേറ്റ്സ്, കൺവേർട്ട്, കൺവേ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കോമ്പണന്റ്, സെൻഡർ എന്ന് പറയുന്ന ആള്. രണ്ടാമത് എന്താണ് സെൻഡ് ചെയ്യുന്നത്? മെസ്സേജ്. മെസ്സേജ് ഇസ് സിഗ്നൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിഗ്നൽ ആണ്. ലാംഗ്വേജ് ആവാം. ഇറ്റ് ക്യാൻ ബി വെർബൽ ഓർ നോൺ വെർബൽ. വെർബൽ ആവാം, ഐ വോണ്ട് ഐസ്ക്രീം. നോൺ വെർബൽ ആവാം, കൈകൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കാം. ബോത്ത്, രണ്ടും ആവാം. വെർബലും നോൺ വെർബലും ഒരുമിച്ച് വരാം. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നു, കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 2 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് നിങ്ങളുടെ UGC എക്സാമിൽ. വെർബലും നോൺ വെർബലും ഒരാൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അത് കോംപ്ലിമെന്ററി ആവാം, കോൺട്രാഡിക്ടറി ആവാം. വെർബൽ മെസ്സേജിന്റെ ഓപ്പോസിറ്റ് മീനിങ്ങിലൂടെ നോൺ വെർബൽ മെസ്സേജ് കൊടുത്തേക്കാം. സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നു, ആക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയി, ഒന്നിനും പറ്റൂല എന്നുള്ള ആക്ഷൻ ആയി. ഇനി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നു, അതേപോലെ ലൈക്ക് തമ്പ് ഇംപ്രഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്താൽ കോംപ്ലിമെന്ററി ആയി. നമ്മളെ സംഭാഷണവും ആക്ഷനും കോംപ്ലിമെന്ററി ആയി. അങ്ങനെ ആവുമ്പോഴും കോൺട്രാഡിക്ടറി ആവുമ്പോഴും നമ്മൾ ഏതെടുക്കണം? അത് ഒരു പ്രാവശ്യം UGCക്ക് ചോദിച്ചതാണ്. കോംപ്ലിമെന്ററി ആകുമ്പോൾ യാതൊരു സംശയമില്ല, രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്, ആക്ഷനും സൂപ്പറാണ്, വാക്കും സൂപ്പറാണ്. അപ്പൊ സൂപ്പർ എന്നുള്ള മീനിങ് തന്നെയാണ് അവിടെ കൺവേ ചെയ്യുന്നത്. ഇനി കോൺട്രാഡിക്ടറി ആവുന്ന സമയത്ത് സൂപ്പർ എന്ന് പറഞ്ഞു, പക്ഷെ ഒന്നിനും കൊള്ളൂല എന്നുള്ള ആക്ഷനാണ് കാണിച്ചുവെങ്കിൽ അവിടെ ഇംപ്ലൈഡ് മീനിങ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് നോൺ വെർബൽ ആണ് എന്നാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾ പറയുന്നത്. അത് ശ്രദ്ധിക്കുക. 2 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. വെൻ verbal and non-verbal communications are contradictory, we will take non-verbal communication. Then അടുത്ത കോമ്പണന്റ് പറയുന്നത് മീഡിയം ആണ്. മീഡിയത്തിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ചാനൽ. നമ്മൾ ഈ മെസ്സേജിന് അയക്കണമല്ലോ ഒരു ചാനലിലൂടെ, കത്തായിട്ട്, ലെറ്റർ ആയിട്ട് അയക്കാം, TV-യിലൂടെ അയക്കാം, എയ്ഡ്സ് ഉപയോഗിച്ച് അയക്കാം. അതാണ് ചാനൽ. അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് റിസീവർ. സെന്റർ ഉണ്ടെങ്കിൽ അവിടെ ഒരു റിസീവർ ആണ്. മാത്രമല്ല സോഴ്സ് സെന്റർ ആണെങ്കിൽ റിസീവർ ഡെസ്റ്റിനേഷൻ ആണ്. ഇവിടെയും ഒരു ചോദ്യം വന്നിട്ടുണ്ട്, വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഡീകോഡിംഗ്. ഡീകോഡിംഗിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, എല്ലാവരും അത് നോട്ട് ചെയ്യുക. കറക്റ്റ് സീക്വൻസ് ഓഫ് ഡീകോഡിംഗ് ആദ്യം ചെയ്യുന്നത് സെൻസേഷൻ ആണ്. നമ്മുടെ സെൻസറി ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട്, ശബ്ദമാണെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ ആക്ഷൻ ആണെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നു, ഇനി സ്മെല്ലാണെങ്കിൽ മൂക്കുകൊണ്ട് മണത്തറിയുന്നു. അങ്ങനെ നമ്മുടെ സെൻസറി ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് സെൻസേഷൻ നടക്കുന്നു. രണ്ടാമത് നമ്മൾ അതിന്റെ മെസ്സേജിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് കോണ്ടെക്സ്റ്റുമായി തട്ടിച്ചു നോക്കി, പറഞ്ഞ ആളുടെ കോണ്ടെക്സ്റ്റുമായി തട്ടിച്ചു നോക്കി ഇവാലുവേഷൻ നടത്തുന്നു. നാലാമതായിട്ടാണ് അതിന് അനുസൃതമായ റെസ്പോൺസ് കൊടുക്കുന്നത്. സോ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഡീകോഡിംഗ് ഇസ് ഫസ്റ്റ് സെൻസേഷൻ, ഇന്റർപ്രിട്ടേഷൻ, ഇവാലുവേഷൻ, ദെൻ റെസ്പോൺസ്. എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം വരുന്നതാണ് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ്. ദാറ്റ് ഈസ് ഓൾസോ ദ കോമ്പണന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫീഡ്ബാക്ക്. സൂപ്പർ ആയിട്ടുണ്ട്, പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പറയാം സൂപ്പർ ആയിട്ടുണ്ട്, ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. അതിന് ഇഫക്റ്റ് ഒന്നും പറയും, കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റ് ആണ്. ഒരു പ്രസന്റേഷൻ കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ആണ്, വളരെ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഈ ഒരു ഇഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് സത്യത്തിൽ ടെക്നിക്കലി റിസീവർ മെസ്സേജ് സ്വീകരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. റിസീവർ മെസ്സേജ് സ്വീകരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണ്. ബട്ട് ഈ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സർക്കുലർ ആയി മാറുന്നു, സൈക്ലിക് ആയി മാറുന്നു. വീണ്ടും ആരിലേക്ക് തന്നെ പോകുന്നു? സെന്ററിലേക്ക് തന്നെ പോകുന്നു. കംപ്ലീറ്റ് ആവുന്നു, പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമാവുന്നു, ഇന്ററാക്റ്റീവ് ആവുന്നു. നേരെ മറിച്ച് റിസീവർ കേട്ടിരുന്നാൽ ഇന്ററാക്റ്റീവ് ആവുന്നില്ല. അപ്പൊ ഫീഡ്ബാക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ സൈക്ലിക് ആക്കി മാറ്റുന്നു, ഇന്ററാക്റ്റീവ് ആക്കി മാറ്റുന്നു. ഇനി മറ്റൊരു കോമ്പണന്റ് കൂടി ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ, ദാറ്റ് ഇസ് നോയ്സ്. നോയ്സ് ആണ്.
ബാരിയേഴ്സ് എന്നും പറയും, തടസ്സങ്ങൾ. കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായി സ്പീക്കറിൽ നിന്ന് റിസീവറിലേക്ക് എത്തിക്കുന്നതിൽ തടസ്സങ്ങളായി പ്രവർത്തിക്കുന്ന ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അതും കമ്മ്യൂണിക്കേഷന്റെ കോമ്പണന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്. ഒന്ന് ഫിസിക്കൽ ആണ്, വെളിച്ചക്കുറവ്, എന്നെ നിങ്ങൾക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ എന്റെ സ്പീക്കറിന് കംപ്ലൈന്റ്, ശബ്ദം കേൾക്കുന്നില്ല. ദെൻ പെർസെപ്ച്വൽ ബാരിയേഴ്സ്, നിങ്ങളുടെ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ബാരിയേഴ്സ്. മറ്റൊന്ന് ഇമോഷണൽ ബാരിയേഴ്സ്, ദേഷ്യമുള്ള സമയത്ത് ചിലപ്പോൾ നമുക്ക് പല ക്ലാസ്സുകളും ആസ്വദിക്കാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. മറ്റൊന്ന് കൾച്ചറൽ ബാരിയേഴ്സ് ാണെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ മലപ്പുറക്കാർക്ക് അത് മനസ്സിലാവാൻ സാധ്യതയില്ല, അവർ വേറൊരു അർത്ഥത്തിൽ അതിന് വ്യാഖ്യാനിച്ചേക്കാം. അതാണ് കൾച്ചറൽ ബാരിയേഴ്സ്. ദെൻ ലാംഗ്വേജ് ബാരിയേഴ്സ്, ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്ക് ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഈ ലാംഗ്വേജ് ബാരിയേഴ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാരിയർ ആണ് സെമാന്റിക് നോയ്സ്. സെമാന്റിക് നോയ്സ് എന്ന് പറയുന്നത്, സ്പീക്കർ ഒരു വേർഡ് ഒരർത്ഥത്തിൽ ഉപയോഗിച്ചു. ഇത് ഒരു പ്രാവശ്യം ചോയ്സാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് ഫോക്കസ് ചെയ്ത് പറയുന്നത്. സ്പീക്കർ ഒരു വേർഡ് ഒരർത്ഥത്തിൽ ഉപയോഗിച്ചു, പിന്നെ ലിസ്ണർ അത് മറ്റൊരർത്ഥത്തിലാണ് ആ വേർഡിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും സ്പീക്കർ ഉദ്ദേശിച്ച മീനിങ് ആർക്ക് കിട്ടുകയില്ല, ലിസ്ണർക്ക് കിട്ടുകയില്ല. അങ്ങനെ ഉണ്ടാവുന്ന ബാരിയേഴ്സിന് പറയുന്ന പേരാണ് സെമാന്റിക് നോയ്സ്. സെമാന്റിക് എന്ന് പറഞ്ഞ മീനിങ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പോൾ ഡിഫറെന്റ് മീനിങ്ങിൽ സ്പീക്കർ ഒരു പദം ഉപയോഗിച്ചാൽ ഒരിക്കലും അത് ലിസ്ണർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ വരുന്ന തടസ്സമാണ് സെമാന്റിക് നോയ്സ്. ഈ സെമാന്റിക് നോയ്സ് ഉണ്ടായുള്ള പ്രശ്നം ഫീഡ്ബാക്ക് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഡിലേഡ് ഫീഡ്ബാക്ക് ആണ് പലപ്പോഴും കിട്ടാറുള്ളത്. ആ ലിസ്ണർ അത് മനസ്സിലാക്കിയ ഒരു ഉത്തരം കൊടുക്കുമ്പോഴേക്ക് സമയം അധികരിച്ചേക്കാം. അപ്പൊ പലപ്പോഴും ഡിലേഡ് ഫീഡ്ബാക്കിന് കാരണമാക്കുന്ന ഒരു നോയ്സ് ആണ് സെമാന്റിക് നോയ്സ്. അവസാനമായി ദ ഫൈനൽ കോമ്പണന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഇസ് കോണ്ടെക്സ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടിച്ചിരിക്കുന്നു എന്ന പദം പല കോണ്ടെക്സ്റ്റിൽ പല അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അവളുടെ കഴുത്തിലെ മാല കള്ളൻ പൊട്ടിച്ചിരിക്കുന്നു. അപ്പൊ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെടുത്തിയാണ് എപ്പോഴും കമ്മ്യൂണിക്കേഷന്റെ മീനിങ് പൂർണ്ണമാവുന്നത്. ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് പൊട്ടിച്ചിരിക്കുന്നു, തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്നു. അപ്പൊ കോണ്ടെക്സ്റ്റും കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. യെസ്. ഇനി മെസ്സേജിനെ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പറയാൻ കാര്യം, മെസ്സേജുമായി ബന്ധപ്പെട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് ഞാൻ നേരത്തെ പറഞ്ഞു 2 വിധത്തിലുണ്ട്. ഒന്ന് വെർബൽ, വേർ ആർ യു ഗോയിങ്, നേരിട്ട് ചോദിക്കുകയാണ്, ഹലോ ഹൗ ആർ യു, കൈൻഡ്ലി ഇഷ്യൂ മീ മൈ സർട്ടിഫിക്കറ്റ്. ദെൻ നോൺ വെർബൽ, മറ്റൊന്ന് ഇറ്റ് ക്യാൻ ബി ആക്ഷൻസ്, പോസ്ചർ, ബോഡി ലാംഗ്വേജ്, ജസ്റ്റേഴ്സ്, ഐ കോണ്ടാക്ട്, ഡിസ്റ്റൻസ്. ഇതൊക്കെയാണ് നോൺ വെർബൽ മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആവാം, ജസ്റ്റേഴ്സ് ആവാം, ഐ കോണ്ടാക്ട് ആവാം, ഡിസ്റ്റൻസ് ആവാം. ഇതൊക്കെ ഓരോ അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയി ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഞാനത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ബോഡി ലാംഗ്വേജ് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, ഐ കോണ്ടാക്ട് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഇറ്റ് ക്യാൻ ബി ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ. നേരത്തെ നമ്മൾ പറഞ്ഞു മറ്റൊരു കോമ്പണന്റ് ആണ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ ബി ഓൾസോ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. വി ഹാവ് 2 types ഓഫ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ എന്ന് പറയുമ്പോൾ ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ്, TV, AV8s, ടെലിവിഷൻ, ഇതൊക്കെയാണ് ഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിലൂടെയാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ സാധാരണയുള്ള കാഷ്വൽ ടോക്ക്, ഫ്രണ്ട്ലി ടോക്ക്, ഇൻഫോർമൽ ഡിസ്കഷൻ, കറസ്പോണ്ടൻസ്, ഇൻഫോർമൽ ലെറ്റേഴ്സ്, ഇതൊക്കെയാണ് ഇൻഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതാണ് ദേ ആർ ദ ഡിഫറെന്റ് കോമ്പണന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കോമ്പണന്റ് ബന്ധപ്പെടുത്തി ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അവസാനം കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിമ്പിൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ്. കൃത്യമായ ഓപ്ഷൻസ് നോക്കുക. UGC ക്വസ്റ്റ്യൻ ആണ്, UGC ഓപ്ഷൻ ആണ്. അതേ ലെവലിൽ വിലയിരുത്തി നിങ്ങളുടെ ആൻസർ എല്ലാവരും രേഖപ്പെടുത്തുക ചാറ്റ് ബോക്സിൽ. The simple process of communication consists of the following elements. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന സാധാരണ സിമ്പിൾ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? യുവർ ആൻസർ പ്ലീസ്. മെസ്സേജ് സോഴ്സ്, മീഡിയം, മെസ്സേജ് റിസീവർ. മെസ്സേജ് സോഴ്സ്, എൻകോഡിംഗ്, ഡീകോഡിംഗ്, മെസ്സേജ് റിസീവർ. Then message source, message receiver. Then message source, feedback. ഓക്കെ, ഇവിടെയും കുറച്ച് പേര് ശരിയാക്കി, കുറച്ച് പേര് തെറ്റിച്ചിട്ടുണ്ട്. ഇവിടെ സിമ്പിൾ പ്രോസസ്സ് മാത്രമാണ് ചോദിച്ചത്. ഏറ്റവും മിനിമം ലെവലിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വേണ്ട 3 ഘടകങ്ങൾ, ഒന്ന് സെൻഡർ ആണ്, ഒന്ന് മീഡിയം ആണ്, ഒന്ന് റിസീവർ ആണ്. ഈ മെസ്സേജ് സോഴ്സ്, മെസ്സേജ് റിസീവർ എന്ന് പറയുമ്പോൾ മെസ്സേജ് അത് ഇൻക്ലൂഡഡ് ആണ്, അതിൽ ഇൻക്ലൂഡഡ് ആണ്. ബി ആണ് നിങ്ങൾ ശരി എന്ന രീതിയിൽ അത് നോക്ക്. മെസ്സേജ് സോഴ്സ് ഉണ്ട്, എൻകോഡിംഗ് ഉണ്ട്, ഡീകോഡിംഗ് ഉണ്ട്, മെസ്സേജ് റിസീവർ ഉണ്ട്. മീഡിയ അവിടെ സൂചിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരിക്കലും ബി അല്ല. മെസ്സേജ് സോഴ്സ്, മെസ്സേജ് റിസീവർ മാത്രം പോരാ, മെസ്സേജ് വിട്ടുപോയിട്ട് മെസ്സേജ് ഉണ്ടെങ്കിലും മീഡിയ അവിടെയില്ല. ദെൻ
ഡി അല്ല എന്ന് നമുക്ക് എന്തായാലും ഉറപ്പാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ്. അത് ശ്രദ്ധിക്കുക. നിർബന്ധമായിട്ടും വേണ്ടത് മെസ്സേജ്, സെൻഡർ, റിസീവർ, മീഡിയം. അത് 4 പറഞ്ഞത് എയിലാണ്. എയിൽ മെസ്സേജ് മറ്റൊരു രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അതും വരുന്നത് കൊണ്ട് അതാണ് സിമ്പിൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. മറ്റൊന്ന്, ദ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ്. യുവർ റെസ്പോൺസ് പ്ലീസ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ? നിങ്ങളുടെ സിലബസിൽ മീനിങ്ങും ഡെഫിനേഷനും കോമ്പണൻസും കഴിഞ്ഞാൽ വരുന്നത് നേച്ചർ ആണ്. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. ദ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെദർ ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഓർ എ പേർപ്പസീവ് പ്രോസസ് ഓർ എ സൈക്കോ സോഷ്യൽ പ്രോസസ്, ഓൾ ഓഫ് ദി എബോവ്. ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, പലപ്പോഴും നിങ്ങൾ PSCയുടെ ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം, ഓൾ ഓഫ് ദി അബോവ് വരുന്ന ഒരു 60% സമയങ്ങളിലും ഓൾ ഓഫ് ദി അബോവ് ശരിയായിരിക്കും. നൺ ഓഫ് ദി അബോവ് വരുന്ന 90% സമയങ്ങളിലും നൺ ഓഫ് ദി അബോവ് കറക്റ്റായ ആൻസർ അല്ല. അത് നമുക്ക് വെറുതെ പറയാനേ പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങളൊരു ഫാക്റ്റായി എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെയും റൈറ്റ് ആൻസർ എന്ത് തന്നെയാണ്? ഓൾ ഓഫ് ദി അബോവ് ആണ്. വൈ? എന്തുകൊണ്ടത് ആൻസർ ആയി? നമുക്ക് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിന്റെ മുമ്പ് മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. 6 ക്വസ്റ്റ്യൻ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഏരിയ, which of the following are the characteristic features of communication? എല്ലാവരും ഓപ്ഷൻസ് കൃത്യമായി വായിച്ചു നോക്കുക. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻ. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ബോത്ത് ഇൻഫോർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. കമ്മ്യൂണിക്കേഷൻ is a continuous process. Communication is a circular process. Select the correct answer from the codes given below. 1 A, B and C, 2 A, B and D, 3 B, C and D, A, B, C, D. യെസ്, ഭൂരിഭാഗം ആളുകളും ശരിയാക്കിയിട്ടുണ്ട് ആൻസർ എന്ന് തോന്നുന്നു. ഇവിടെ ആൻസർ വരുന്നത് ഏത് തന്നെയാണ്? എ, ബി, സി, ഡി എന്ന് വരുന്ന 4ാമത്തെ ഓപ്ഷനാണ്. 4ഉം കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചർ ആണ്. അതാണ് അടുത്തതായി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ദ നേച്ചർ ഓർ ഫീച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ? നമ്മുടെ അടുത്ത ടോപ്പിക് അതാണ്. ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ തെറ്റിക്കുകയില്ല. ഒന്ന് 2 വേ ആണ്. 1 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ ടെക്നിക്കലി കമ്മ്യൂണിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇനി അതിന്റെ ഹിസ്റ്ററി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും, 2 വേ ആയിട്ട് തന്നെയാണ്. നമ്മുടെ ആശയങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കാൻ വേണ്ടി തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് 2 വേ. കണ്ടിന്യൂസ് ആണ്. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ആൻസർ കിട്ടുന്നവരെ അത് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഡൈനാമിക് ആണ്. മനുഷ്യനെ ആക്റ്റീവ് ആക്കി നിർത്തുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. ദെൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്, ഒപ്പീനിയൻ. നമ്മൾ ആശയങ്ങളും അറിവുകളും അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഇറ്റ്സ് മീൻസ് നോട്ട് ആൻ എൻഡ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഒരു എൻഡ് അല്ല, ഒരു റിസൾട്ട് അല്ല, മറിച്ച് ഒരു വേ ആണ്. എനിക്ക് ഐസ്ക്രീം കിട്ടണമെങ്കിൽ ഐ വോണ്ട് ഐസ്ക്രീം എന്ന് ഞാൻ പറയുന്നത് ഐസ്ക്രീം കിട്ടാനുള്ള വഴിയാണ്, അല്ലാതെ അതിന്റെ പ്രോഡക്റ്റ് അല്ല. ദെൻ ഇൻഫോർമേറ്റീവ് ആണ്. ഇൻഫോർമേഷൻ നമ്മൾ പാസ് ചെയ്യും. സർക്കുലർ ആണ്. പലപ്പോഴും ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അത് സൈക്ലിക് ആയി മാറും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ദെൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. It can be verbal and non-verbal. Then goal oriented. ഒരു ലക്ഷ്യം ഉണ്ടാവും. ഞാനിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് UGC കമ്മ്യൂണിക്കേഷൻ ഏരിയ നിങ്ങൾക്ക് ഒന്ന് ഓറിയന്റേഷൻ തരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ എന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തോടെയാണ്. കോണ്ടെക്സ്റ്റൽ ആണ്. ഞാൻ പറഞ്ഞല്ലോ, കോണ്ടെക്സ്റ്റൽ മീനിങ് ഇസ് ഇമ്പോർട്ടന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ദെൻ സൈക്കോ സോഷ്യൽ. നമ്മുടെ വ്യക്തിത്വവും അതുപോലെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ടും കൂടിയുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ കമ്മ്യൂണിറ്റിയോട്, സൊസൈറ്റിയോട് സംവദിക്കുകയാണ്. പേർപ്പസീവ് ആണ്. കൃത്യമായിട്ടൊരു പേർപ്പസ് ഉണ്ടാവും. ദേ ആർ ദ ഡിഫറെന്റ് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ തന്ന ഓപ്ഷനിൽ ഇതൊക്കെയാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് 6 ചോദ്യങ്ങൾ ചോദിച്ചതിലൊക്കെ ഓപ്ഷനിൽ പലപ്പോഴും ഒരു 3 പ്രാവശ്യം വന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം. Let me have my next question. A communication process can be considered complete. ശ്രദ്ധിക്കുക, ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത് when the sender transmits the message. സെൻഡർ ഒരു മെസ്സേജ് അയക്കുമ്പോൾ the message enters the channel. മെസ്സേജ് ചാനലിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് the message leaves the channel. Finally the receiver understands the message. What is your answer, please? Yes, ഒരുപാട് പേര് ശരിയാക്കിയിട്ടുണ്ട്. This is the right answer.
റിസീവർ ആ മെസ്സേജ് മനസ്സിലാക്കുന്ന സമയത്താണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത്. അത് വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷന്റെ ഗോൾസ് എന്ന് നോക്കാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നേരത്തെ ചോദ്യത്തിന് അത് ഉത്തരമായി വന്നു എന്ന്. ഒന്ന് ഇൻഫോം ചെയ്യാണ്, റിസീവർ ഇൻഫോം ചെയ്യാണ്. അപ്പൊ റിസീവർ കാര്യങ്ങൾ പിടികിട്ടിയാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ടു ഓർഡർ, മറ്റൊന്ന് റിസീവറോട് ഓർഡർ ചെയ്യാണ്, നീ അങ്ങോട്ട് പോ, നീ അവിടെ ഇരിക്ക്, നീ എഴുന്നേറ്റ് നിൽക്ക്. അപ്പോഴും റിസീവർക്ക് കാര്യങ്ങൾ കിട്ടണം. മറ്റൊന്ന് ടു മേക്ക് റിലേഷൻഷിപ്പ്, വേറൊരാൾ ബന്ധം ഉണ്ടാക്കുകയാണ്. ബസ്സിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ വീട് എവിടെയാണ്, നല്ല മഴയാണില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നു. അത് റിസീവർ മനസ്സിലാക്കിയാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ടു എൻക്വയർ, നമ്മൾ അന്വേഷിക്കാനാണ്, നാളത്തെ ക്ലാസ് ആരെടുക്കുന്നത്, എപ്പോഴാണ്. ടു ഇൻഫ്ലുവൻസ്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ അവരുടെ സ്പീച്ച് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ്. ടു ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, പരസ്പരമുള്ള മനസ്സിലാക്കൽ, ആ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഫൈനലി ടു എലിസിറ്റ് റെസ്പോൺസ്, ലിസണറിൽ നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയാണ്. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ഗോൾസ് എന്ന് പറയുന്നത്. ഏത് ഗോളിൽ ഉപയോഗിക്കുകയാണെങ്കിലും ലിസണർ കൃത്യമായി മനസ്സിലാക്കിയാലേ ദ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് കംപ്ലീറ്റ്. അടുത്ത ചോദ്യം, ഇനി അടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ അതോടുകൂടി അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. മീനിങ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു തുടങ്ങി. മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, ദെൻ കോമ്പണൻസ് പറഞ്ഞു. ഇവിടെ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. നേച്ചർ പറഞ്ഞു, ദെൻ ഗോൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇനി ഇതിന്റെ ആൻസർ എല്ലാവരും എഴുതിക്കോളൂ. A university teacher makes a very effective expository presentation in his or her class without caring for its effect on the students. സ്റ്റുഡൻസ് എന്ത് മനസ്സിലാക്കിയാലും വേണ്ടിയില്ല, അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ ഒരു യൂണിവേഴ്സിറ്റി ടീച്ചർ നല്ല മനോഹരമായ ഒരു ആർട്ടിക്കിൾ പ്രസന്റ് ചെയ്യാണ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അതോറിറ്റേറിയൻ കമ്മ്യൂണിക്കേഷൻ മോഡൽ, ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ, ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മോഡൽ, ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ. യുവർ ആൻസർ പ്ലീസ്. ഫായിദ ഷബീർ റെഡിയാക്കിയിട്ടുണ്ട്, ഷിജി റെഡിയാക്കിയിട്ടുണ്ട്. ആൻസർ വരുന്നത് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. അതോറിറ്റേറിയൻ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇല്ല. അതോറിറ്റേറിയൻ അപ്രോച്ച് ഉണ്ട് ഇൻ ലീഡർഷിപ്പ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മോഡൽ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. അത് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ തീരും. ദ കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. ഫസ്റ്റ് വൺ ഇസ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. അതിലെ ലാസ്വെൽസ് മോഡൽ ഉണ്ട്, അരിസ്റ്റോട്ടിൽസ് മോഡൽ ഉണ്ട്, ബെർലോസ് SMCR മോഡൽസ് ഉണ്ട്. ആ ഏരിയയിൽ നിന്നൊന്നും ഒറ്റ ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. അതൊന്നും ഡീറ്റെയിൽഡ് ആയി നിങ്ങൾ ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് പരിഗണിക്കുകയില്ല. റേഡിയോ ടോക്ക് എന്നാണ് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. ഫീഡ്ബാക്ക് എന്തോ ആവട്ടെ, കിട്ടിയോ കിട്ടിയില്ല എന്ന് സ്പീക്കർ നോക്കുന്നില്ല. പ്രസന്റേഷൻ നടത്തുന്നു, മാസ് മീഡിയയിലൊക്കെ TV-യിലൊക്കെ നമ്മൾ വാർത്ത വായിക്കുന്നു, കേൾക്കുന്ന ആളുകൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ല. ഫീഡ്ബാക്ക് കിട്ടിയോ എന്നുള്ളത് സ്പീക്കർക്ക് വിഷയമല്ല. അതാണ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ. നേരത്തെ കൊടുത്ത ഉദാഹരണത്തിൽ അത് തന്നെയാണ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ചെയ്തത്. എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആയി അവതരിപ്പിച്ചു, മനോഹരമായി പ്രസന്റേഷൻ അവതരിപ്പിച്ചു, കുട്ടികളെ എഫക്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇസ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ. മറ്റൊന്ന് ട്രാൻസാക്ഷണൽ മോഡലാണ്. അതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുക. ട്രാൻസാക്ഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ സ്പീക്കർ ഒരേ സമയത്ത് തന്നെ സെന്ററും ആവുന്നു, റിസീവർ പേര് പരസ്പരം ഒരു മര്യാദ പാലിക്കാതെ സംസാരിക്കുന്ന സമയത്ത് ഡിബേറ്റ് ഒക്കെ നടക്കുമ്പോൾ അത് ട്രാൻസാക്ഷണൽ മോഡലാണ്. ഒരു രണ്ടുപേരും തമ്മിലും ട്രാൻസാക്ഷണൽ മോഡൽ ഉണ്ടാവാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നീ എന്താ ഇന്നലെ ലേറ്റ് ആയത്, നീ അവിടെ പോയോ? സ്പീക്കർ ചോദിക്കാണ്. ഞാൻ അവിടെ പോയാൽ നിനക്കെന്താ? റിസീവർ മറുപടി കൊടുക്കുന്നതിന് പകരം തിരിച്ചു ചോദിക്കുന്നു, നിന്നോടല്ല ഞാൻ ചോദിച്ചത്, നീ അവിടെ പോയോന്ന്? ഞാൻ പോവാതിരിക്കുക ചെയ്യട്ടെ, നീ പോയിട്ടുണ്ടോ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിസീവർ സ്പീക്കർ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിന് പറയുന്ന പേരാണ് ട്രാൻസാക്ഷണൽ മോഡൽ. അവിടെ കാര്യമായിട്ട് നോയ്സ് ഉണ്ടാവും ആസ് ആൻ ഇമ്പോർട്ടന്റ് എലമെന്റ്. സാധാരണയായിട്ട് ഡിബേറ്റിലൊക്കെ എത്തരത്തിലാണ് പല ആളുകളും പല സമയത്ത് സ്പീക്കറും റിസീവറൊക്കെ ആയിട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ. നമ്മുടെ 8 മണിക്കുള്ള ചാനൽ ചർച്ചയിലൊക്കെ പലപ്പോഴും ഇങ്ങനെ വരാറുണ്ട് ട്രാൻസാക്ഷണൽ മോഡൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഏറ്റവും എഫക്റ്റീവായ മോഡൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ററാക്റ്റീവ് മോഡൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് മനുഷ്യന്മാർ തമ്മിൽ നടക്കും, മെഷീനും തമ്മിൽ നടക്കും, മനുഷ്യനും മെഷീനും തമ്മിൽ നടക്കും. കമ്പ്യൂട്ടറിന് നമ്മളൊരു മെസ്സേജ് കൊടുത്തു, ഗൂഗിളിനോട് ചോദിച്ചു ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഗൂഗിൾ കൃത്യമായ ഫീഡ്ബാക്ക് തന്നു, നരേന്ദ്രമോദി. ഇത് ഒരു ഇന്ററാക്റ്റീവ് മോഡലാണ്. ചോദ്യത്തിന് അനുസൃതമായി നമുക്ക് എന്ത് കിട്ടി? ഫീഡ്ബാക്ക് കിട്ടി. ടെലിഫോണിക് കോൺവെർസേഷൻ അങ്ങനെ തന്നെയാണ്. ഹലോ, ഞാൻ നൗഫലാണ് വിളിക്കുന്നത്, എന്തൊക്കെയുണ്ട്? അവിടെ നിന്ന് മറുപടി കിട്ടുന്നു, സുഖാണ്,
നീ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഞാൻ വീട്ടിലാണ്. അങ്ങനെ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടി കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായി മുന്നോട്ട് പോകുമ്പോൾ അതാണ് ഇന്ററാക്റ്റീവ് മോഡൽ. ഇതിൽ പല സബ് മോഡൽസ് വരുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സമയമുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യും, സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 10 വർഷത്തിനിടയിൽ ഒറ്റ ചോദ്യം പോലും ആ സബ് മോഡൽസ് ഒന്നും വന്നില്ല. ഒരു പ്രാവശ്യം ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ സബ് മോഡലിൽ ഒന്നാമത്തെ മോഡൽ അരിസ്റ്റോട്ടലിന്റെ മോഡലാണ്. ഇപ്പൊ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അവിടെ നിന്ന് വന്ന ചോദ്യമാണത്. അരിസ്റ്റോട്ടലിന്റെ അദ്ദേഹത്തിന്റെ റെട്ടറിക് അപ്രോച്ച് എന്നുള്ളത് ഇംഗ്ലീഷിൽ പഠിച്ച ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർക്ക് വേണ്ട 3 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആ ഫീച്ചേഴ്സ് ഒന്ന് എത്തോസ് ആണ് എന്ന് പറഞ്ഞ ക്രെഡിബിലിറ്റി ഓഫ് ദ സ്പീക്കർ. സ്പീക്കർക്ക് ഒരു ക്രെഡിബിലിറ്റി വേണം, ഒരു വിശ്വാസ്യത വേണം. അപ്പോഴേ സ്പീക്കർ പറയുന്നത് ലിസണേഴ്സ് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും പറയുന്ന ആൾക്ക് സമൂഹത്തിന്റെ ഇടയിൽ ആരോടാ പറയുന്നത്, ടാർഗറ്റ് ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു വിശ്വാസ്യത വേണം. അത് നിർബന്ധമായി ഉണ്ടെങ്കിലേ അയാളുടെ സ്പീച്ച് വളരെ ഗുഡ് സ്പീച്ചായി മാറുകയുള്ളൂ. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർക്ക് ഒന്നാമത് വേണ്ട എത്തോസ് ആണ്. മറ്റൊന്ന് പാത്തോസ് ആണ്. സംസാരിക്കുന്ന ആളുകളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണം, അവരോട് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ഒക്കെ വേണം, ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണം. മൂന്നാമത്തത് പറയുന്ന കാര്യങ്ങളിൽ ലോജിക് വേണം. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, which of the following is not an element of good communication according to Aristotle? കൊടുത്തത് എത്തോസ്, പാത്തോസ്, ലോഗോസ്, അമിഗോസ് എന്നാണ്. അമിഗോസ് അല്ല, ബാക്കി 3ഉമാണ്. അത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ 3 മോഡൽസ് ആണ് നമുക്കുള്ളത്. ഇതൊക്കെ അതിന്റെ സബ് മോഡൽസ് ആണ്. ഇത് നമുക്ക് ഇപ്പൊ വേണ്ട ട്രാൻസാക്ഷണൽ മോഡൽ ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു സിമ്പിൾ നോക്കും നിങ്ങൾ. പലയിടത്തുനിന്നും ശബ്ദം വരുന്നു, പലരും ചോദിക്കുന്നു, പല ചാനൽ വരുന്നു. ഇങ്ങനെയാണ് ട്രാൻസാക്ഷണൽ മോഡൽ വരുന്നത്. ഇന്ററാക്റ്റീവ് ആകുമ്പോൾ വളരെ സ്മൂത്തായി മെസ്സേജ് ഉണ്ടാവുന്നു, ഫീഡ്ബാക്ക് ഉണ്ടാവുന്നു. അപ്പൊ ഇതാണ് 3 മോഡൽസ്. അപ്പൊ നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫീഡ്ബാക്ക് കൺസിഡർ ചെയ്യാത്ത കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ടോക്ക് എന്നാണ് അതിന്റെ കറക്റ്റ് ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം ഒന്ന് എല്ലാവരും ഉത്തരം എഴുതൂ. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂഷ്വൽ സീക്വൻസ് ഈസ്. 6-7 പ്രാവശ്യം ഈ ചോദ്യം വന്നിട്ടുണ്ട്, സീക്വൻസ് തെറ്റിച്ച്. എല്ലാവരും നോട്ട് ചെയ്തോ. ഒരു പ്രാവശ്യം പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് ചോദിച്ചേക്കാം. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂഷ്വൽ സീക്വൻസ് ഈസ് language, communication, society, then civilization. Communication, society, language, civilization. Communication, language, society, then language, society, communication, civilization. Your answer, please. പല ആളുകളും പല ആൻസറാ തന്നിട്ടുള്ളത്. ടോപ്പിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആൻസർ തെറ്റില്ല. ഇനി ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടാമത്തതാണ് ആൻസർ, ശരിയായ ആൻസർ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കമ്മ്യൂണിക്കേഷന്റെ ഒറിജിൻ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. സ്ലൈഡ് ശ്രദ്ധിക്കേണ്ട, എന്റെ ശബ്ദം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മനുഷ്യനുണ്ടാവുന്നു, ഇൻഡിവിജ്വലായി ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുന്നു. അടുത്തൊരു സുഹൃത്തിനെ കാണുന്നു, 2-3 സുഹൃത്തിനെ കാണുന്നു. നമുക്ക് വല്ലതും കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ എന്ന് അവന്റേതായ ഭാഷയിൽ, ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നു. അപ്പോ 2-3 പേരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി എന്താവശ്യമായി വരുന്നു? ലാംഗ്വേജ് ആവശ്യമായി വരുന്നു. ലാംഗ്വേജ് ഉണ്ടാവുമ്പോൾ ഇറ്റ് ക്യാൻ ബി വെർബൽ ഓർ നോൺ വെർബൽ. അപ്പൊ ആദ്യം വരുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്, ലാംഗ്വേജ് അല്ല, സോറി. അപ്പോ നമ്മൾ ഒരാൾ മാത്രം ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുകയാണ്. അടുത്തൊരാളെ കാണുന്നു, അവനോട് എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അവൻ കൂടെ വരുന്നു, 2 പേര് ഒരുമിച്ച് പോകുന്നു. മൂന്നാമതൊരാളെ കാണുന്നു, നമുക്കും ഭക്ഷണം കഴിക്കാൻ പോവാ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. 3 പേരാകുമ്പോൾ സൊസൈറ്റി ആയി മാറുന്നു. കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ഇൻഡിപെൻഡന്റ് ആയ ആളുകൾ ഒരു സൊസൈറ്റി ആയി മാറുന്നു. സൊസൈറ്റി ആയി ജീവിക്കുമ്പോൾ അവർക്ക് തോന്നി നമുക്ക് ഇനിയും പരസ്പരം സംസാരിക്കാൻ, നമുക്ക് കോമൺ ആയി എല്ലാവർക്കും അറിയുന്ന ഒരു കോഡ് കണ്ടെത്തണം. അതാണ് ലാംഗ്വേജ്. അങ്ങനെ ലാംഗ്വേജ് കണ്ടെത്തിയതോടുകൂടെ ആക്ഷൻസ് ഒക്കെ അവർ ഒഴിവാക്കി വളരെ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ സിവിലൈസ്ഡ് ആയി മാറി. അപ്പൊ ഇതാണ് പ്രൊസീജിയർ. ആദ്യം വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് സോഷ്യൽ ഗ്രൂപ്പായി മാറുന്നു. സോഷ്യൽ ഗ്രൂപ്പ് ആകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി സിസ്റ്റമാറ്റിക് ആവാൻ ലാംഗ്വേജ് വരുന്നു. ലാംഗ്വേജ് വന്നതോടുകൂടെ ജീവിത രീതിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഒന്നും കൂടി സിവിലൈസ്ഡ് ആയി. അപ്പോൾ ഇതാണ് ആ കമ്മ്യൂണിക്കേഷന്റെ കറക്റ്റ് സീക്വൻസ്. ഞാൻ പറഞ്ഞല്ലോ 5-6 പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇതും ഒറ്റ പ്രാവശ്യം പോലും ചോദ്യം വന്നിട്ടില്ല. ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്, സിലബസിൽ ഉണ്ടായത് കൊണ്ട് മാത്രം. നമുക്ക് അറിയുന്നത് തന്നെയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്ന ക്രിയേറ്റ് ആൻ ഐഡിയ ഓർ ചൂസ് എ ഫാക്ട്. ഒരു മെസ്സേജ് ഉണ്ടാക്കുന്നു. ദെൻ ഓർഗനൈസ് ഐഡിയാസ് ഇൻ ടു എ സീരീസ് ഓഫ് സിഗ്നൽസ്. മെസ്സേജിനെ നമ്മൾ സിഗ്നൽ ആക്കി മാറ്റുന്നു, ലാംഗ്വേജ് ആക്കി മാറ്റുന്നു. ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ആസ് എൻകോഡഡ്. എന്നിട്ട് നമ്മൾ ആ ലാംഗ്വേജ് മീഡിയത്തിലൂടെ അയച്ചു കൊടുക്കുന്നു. റിസീവർ മേക്സ് മീനിങ് ഫ്രം സിമ്പിൾ.
റിസീവർക്ക് അത് കിട്ടുന്നു, റിസീവർ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് മീനിങ് ഉണ്ടാക്കുന്നു, റിസീവർ റെസ്പോണ്ട് ടു ദ മെസ്സേജ്, റിസീവർ ആ മെസ്സേജിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഹലോ, ആരുടെയോ മൈക്ക് ഓൺ ആയി കിടക്കുന്നുണ്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് കംപ്ലീറ്റ് വെൻ ദ റിസീവർ ഡീകോഡ് ദ മെസ്സേജ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ സ്റ്റെപ്സിൽ റിസീവർ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കലി കംപ്ലീറ്റ് ആണ്, ഫീഡ്ബാക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും. അതാണ് ആ ഒരു ഏരിയയിൽ പറയാനുള്ളത്. അതിന്റെ കറക്റ്റ് ഒരു ആരോ കാണിച്ചതാണ്, നമുക്ക് അറിയുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സെൻഡർ മെസ്സേജ്, മീഡിയം, റിസീവർ. ആകുമ്പോൾ തിരിച്ചും മെസ്സേജ് വരുന്നു, മീഡിയം വരുന്നു, സൈക്ലിക് ആയി മാറുന്നു. അതാണ് ആ ഏരിയയെ കുറിച്ച് പറയാനുള്ളത്. യെസ്, ഈ ഒരു സൈക്കിളിന് നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് എ ലുക്ക്. ദ ചോയ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പാർട്ട്നേഴ്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ്. നമ്മളൊരു പാർട്ട്ണറെ തെരഞ്ഞെടുക്കുകയാണ്. വിവാഹം കഴിക്കാൻ പാർട്ട്ണറെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നതുപോലെ സംസാരിക്കാൻ ഒരു പാർട്ട്ണറെ തെരഞ്ഞെടുക്കുമ്പോൾ, ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഒരു കോളേജിൽ എത്തിച്ചേരുന്ന സമയത്ത് നിങ്ങൾ ഒരു പാർട്ട്ണറെ തെരഞ്ഞെടുക്കുമല്ലോ സുഹൃത്തായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? യുവർ ആൻസർ പ്ലീസ്. അധികം പേര് എ തന്നെയാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫാക്ടേഴ്സ് വരുന്നത് പ്രോക്സിമിറ്റി, യൂട്ടിലിറ്റി, ലോൺലിനെസ് എന്നുള്ള ആൻസർ തന്നെയാണ്, എ ആണ്. എന്തുകൊണ്ട്? വൈ ദിസ് ഈസ് ദ ആൻസർ. അടുത്ത ടോപ്പിക് അതാണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പാർട്ട്ണർ. ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ പാർട്ട്ണറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് പ്രോക്സിമിറ്റിയാണ്. നമുക്ക് അടുപ്പുള്ള ഒരാളെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാർട്ട്ണറായി സ്വീകരിച്ചേക്കാം. നമ്മുടെ അടുപ്പം തന്നെയാണ്, മാനസികമായ അടുപ്പാവാം, അല്ലെങ്കിൽ ഫിസിക്കൽ അടുപ്പാവാം. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആള്. അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മനസ്സിലാക്കൽ, അതും ഒരു ഫാക്ടർ തന്നെയാണ്. ഇന്റിമസി, ആരോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് അവരോട് നമ്മൾ കൂടുതൽ സംസാരിച്ചേക്കാം. യൂട്ടിലിറ്റി, ആരോട് സംസാരിച്ചാലാ കാര്യമുള്ളത് അവരോട് സംസാരിച്ചേക്കാം. ലോൺലിനെസ്, പ്രൈവസി, സീക്രസി, ആരോട് സംസാരിച്ചാലും നമുക്കൊരു പ്രൈവസി ഒക്കെ ഫീൽ ചെയ്യുക, പബ്ലിക് ആവാതെ നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, അതും ഒരു ഫാക്ടറാണ്. മറ്റൊന്ന് റിലയബിലിറ്റി ഓർ കോൺഫിഡൻഷ്യാലിറ്റി, ആരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, അതും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന് സിമിലാരിറ്റി, ചില ആളുകൾ ഉണ്ടാവും ഒരേപോലെയുള്ള ആളുകളെ പാർട്ട്ണറായി സ്വീകരിക്കും. എന്തെങ്കിലും കാര്യത്തിൽ, ടേസ്റ്റിന്റെ കാര്യത്തിൽ, കളിയുടെ കാര്യത്തിൽ, ഇപ്പൊ ബ്രസീൽ ടീമിന്റെ ഫാൻസ് അവർ പരസ്പരം സംസാരിച്ചേക്കാം. റെസ്പെക്ട്, ആരോടാ നമുക്ക് ബഹുമാനം തോന്നുന്നത് അവരോട് നമ്മൾ സംസാരിച്ചേക്കാം. കൊളാബറേഷൻ, ആരാ നമ്മോട് കൂടുതൽ കൊളാബറേറ്റ് ചെയ്യുന്നത് അവരോടും നമ്മൾ സംസാരിച്ചേക്കാം. ദെൻ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തോട് നമ്മൾ അഫിലിയേറ്റ് ചെയ്താൽ, ഇപ്പൊ ഞാൻ ഫറൂഖ് കോളേജുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വരുന്ന എന്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അതുപോലെ വിദ്യാർത്ഥികൾ, അവരോടൊക്കെ ഞാൻ സംസാരിച്ചേക്കാം. സോ ദേ ആർ ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പാർട്ട്ണർ ഇൻ എ കമ്മ്യൂണിക്കേഷൻ. അടുത്ത ചോദ്യം, ഇൻ കമ്മ്യൂണിക്കേഷൻ ദ ലാംഗ്വേജ് ഈസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇടയ്ക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, ഇങ്ങനത്തെ ചോദ്യങ്ങളും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ പ്രയാസകരമായ ഒരു ഏരിയ അല്ല കമ്മ്യൂണിക്കേഷൻ. അവിടെ നിന്ന് വരുന്ന 5 ചോദ്യവും നിങ്ങൾക്ക് ഈ ഓറിയന്റേഷന് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ 5 ചോദ്യത്തിനും മാർക്ക് നേടി 10 മാർക്ക് സ്കോർ ചെയ്യാം. എല്ലാവരും ഇത് ഒരിക്കലും മിസ്സാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇൻ കമ്മ്യൂണിക്കേഷൻ ദ ലാംഗ്വേജ് ഇസ്, ഓക്കെ, ഹിയർ ദ റൈറ്റ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയത് ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയേക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻ ടേംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? വെർബൽ കോഡ് എന്നാണ്. ലാംഗ്വേജ് ഷ്യൂർലി ഇറ്റ് ഈസ് സിംബോളിക് കോഡ്, നോ ഡൗട്ട്. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ എലമെന്റിൽ അത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ നോക്കണം, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഇൻ കമ്മ്യൂണിക്കേഷൻ. അത് നിങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്യുക. സോ ദ ആൻസർ ഇസ് വെർബൽ കോഡ്. അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അവസരം തരികയാണ്. നേരത്തെ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ചോദ്യമാണ് കേട്ടത്. വെൻ വെർബൽ ആൻഡ് നോൺ വെർബൽ മെസ്സേജസ് ആർ കോൺട്രാഡിക്ടറി, ഇറ്റ് ഈസ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ബിലീവ് ഇൻ. നേരത്തെ പറഞ്ഞതാ. യെസ്, യുവർ ആൻസർ ഇസ് സി. പറയുന്നതൊന്നും ആക്ഷൻ വേറെ ആണെങ്കിലും ആക്ഷൻ ആണ് എടുക്കേണ്ടത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവൻ സൂപ്പർ ആയിട്ടോ, അവന്റെ ക്ലാസ് ഉഷാറായി എന്ന് പറയും, കണ്ണോണ്ടൊന്ന് ഇറുക്കി കാണിക്കുകയും ചെയ്യും. അപ്പം കേൾക്കുന്ന ആള് കണ്ണോണ്ട് ഇറുക്കലാണ് എപ്പോഴും സ്വീകരിക്കുക, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സോ യെസ്. ദെൻ ആസ്പെക്ട്സ് ഓഫ് ദ വോയിസ് അതർ ദാൻ ദ സ്പീച്ച് ആർ നോൺ ആസ്.
കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ശബ്ദം ഉണ്ടല്ലോ, സ്പീച്ച് അല്ലാത്ത നമ്മൾ ഉണ്ടാക്കുന്ന കുറെ എക്സെൻട്രിക് വോയിസ് ഉണ്ട്, ഹായ് ഹൗ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് പറയപ്പെടുന്ന പേരെന്താണ്? യുവർ ആൻസർ പ്ലീസ്. യെസ്, അതിന് പറയപ്പെടുന്ന പേര് ആൻസർ ഓപ്ഷൻ 3 ആണ് കേട്ടോ. എല്ലാവരും റെഡി ആക്കിയിട്ടുണ്ട്. പാരാ ലാംഗ്വേജ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഏരിയയാണ്, ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഈ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് കമ്മ്യൂണിക്കേഷനിൽ ചോദിക്കുന്ന 70% ചോദ്യങ്ങളും ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യുക. ബേസ്ഡ് ഓൺ മീഡിയം, ആദ്യം മീഡിയം അനുസരിച്ചുള്ള കാറ്റഗറൈസേഷനാണ്. ഒരുപാട് ടൈപ്സ് ഉണ്ട് പലതരത്തില്. ഒന്നാമത് മീഡിയം അനുസരിച്ച് നമുക്ക് നോക്കാം. ഇറ്റ് ക്യാൻ ബി എയ്തർ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറയുന്ന പേരാണ് ഓറൽ ഓർ വോക്കൽ. സോ ഇറ്റ് ഈസ് വെർബൽ ഓർ നോൺ വെർബൽ. Based on the medium, we have 4 types of communications. They are verbal, non-verbal, visual and electronic. അതിൽ വേർബൽ എന്ന് പറഞ്ഞാൽ ഓറൽ ആണ്, വോക്കൽ ആണ്, പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇറ്റ് ക്യാൻ ബി ഫേസ് ടു ഫേസ്, നേരിട്ട് പറയാം, ടെലഫോണിക് ആവാം, ഓവർ ടെലഫോൺ ആവാം. ദെൻ വേർബൽ റിട്ടേണോ ആവാം, ലെറ്റർ നോട്ടീസ്. നമ്മൾ കത്തിലൂടെയും വേർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയേക്കാം. സോ ദാറ്റ് ഇസ് വേർബൽ. ക്ലിയർ? ദെൻ നോൺ വേർബൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആവാം, ജെസ്റ്റേഴ്സ് ആവാം, മൂവ്മെന്റ്സ് ആവാം, പോസ്റ്റർ ആവാം, പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് ആവാം, കൈനസിസ് ആവാം, പ്രോക്സിമിറ്റി ആവാം. കൈനസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, പ്രോക്സിമിറ്റി പറഞ്ഞാൽ നമ്മുടെ സ്പേസ്, ഡിസ്റ്റൻസ്, ഒരാളോട് അടുത്ത് നിൽക്കുക, വിട്ട് നിൽക്കുക, അതിനൊക്കെ ഓരോ മെസ്സേജ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ട്, അത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ വിഷ്വൽ ആവാം, പിക്ചേഴ്സ്, നോട്ടീസ്, പോസ്റ്റർ, അഡ്വർടൈസ്മെന്റ്, ന്യൂസ് പേപ്പർ. ദെൻ ഇലക്ട്രോണിക് ആവാം, ഓഡിയോ വിഷ്വൽ, ഇന്റർനെറ്റ്, TV. സോ ദേ ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ മീഡിയം. ക്ലിയർ? അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, നോൺ വെർബൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യാനുള്ള കാര്യം, ചോദ്യം പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമുക്കറിയാം. ഒരു ക്ലാസ് എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ വരുന്ന ആളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെദർ ഹി ഈസ് കോൺഫിഡന്റ് ഓർ നോട്ട്. ദെൻ പ്രോക്സിമിസ്, നമ്മുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ, സ്പീക്കർ ലിസണറുമായിട്ട് പാലിക്കുന്ന ഡിസ്റ്റൻസ്, അത് എന്തിനെ സൂചിപ്പിക്കുന്നത്? നമ്മുടെ അടുപ്പാണ്, ഇന്റിമസിയാണ്. നോക്ക്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തോളൂ. ഏറ്റവും അടുത്ത ആളുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത് 1.5 ഫീറ്റ് ആണ്. 1.5 ഫീറ്റ് ആണ് നമ്മൾ ഏറ്റവും നമ്മുടെ ഇന്റിമേറ്റ് സോൺ എന്ന് പറയുന്നത്. ഇപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പാർട്ട്നേഴ്സ്, ലവേഴ്സ്, ഇവരൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഇന്റിമേറ്റ് സോൺ ആണ്. അത് 1.5 ഫീറ്റ് വരെയാണ്. ഇനി 1.5 ഫീറ്റ് മുതൽ 4 ഫീറ്റ് വരെയുള്ള സോൺ എന്ന് പറയുന്നത് പേഴ്സണൽ സോൺ എന്നാണ്. ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യേണ്ട ഒരു പേഴ്സണൽ സോൺ ആണ്. 4 മുതൽ 12 വരെയുള്ള സോൺ എന്ന് പറയുന്നത് സോഷ്യൽ സോൺ ആണ്. ഒരേ സൊസൈറ്റിയിലുള്ള, ഒരേ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് കീപ്പ് ചെയ്യുന്നതാണ്. ബിയോണ്ട് ദോസ് പബ്ലിക് സോൺ, നമ്മളൊരു പൊതു ഇടത്ത് ചെല്ലുമ്പോൾ 12 ഫീറ്റിന്റെ അപ്പുറത്താണ് കീപ്പ് ചെയ്യുന്നത്. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോക്സിമസ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, അത് സൂചിപ്പിക്കുന്നത് ഇന്റിമസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ പാരാ ലാംഗ്വേജ്, വോയിസ്, ടോൺ, പിച്ച്, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മൂഡാണ്, ആറ്റിറ്റ്യൂഡാണ്, ഫോക്കസ് ആണ്. സ്പീക്കറുടെ മൂഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാവും. അതുപോലെ ആറ്റിറ്റ്യൂഡ് വ്യക്തമാവും. ഫോക്കസ്, എന്തിനാണോ ഫോക്കസ് കൊടുക്കുന്നത്, അതൊക്കെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമാവും. ദെൻ ഒക്കുലെസിസ്, നമ്മുടെ ഐ കോണ്ടാക്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് എന്തിനാണ് ഇംപ്ലൈ ചെയ്യുന്നത്? ട്രസ്റ്റ് ലെവൽ ആട്ടോ, ട്രസ്റ്റ് ലെവലിനെയാണ്. കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പറയാറുണ്ട്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഹാപ്റ്റിക്സ്, ഹാൻഡ് മൂവ്മെന്റ് സൂചിപ്പിക്കുന്നത് ഫോക്കസിനെയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ആ ഫോക്കസിനെ തന്നെയാണ് ഹാൻഡ് മൂവ്മെന്റ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്ലീസ് ഹാവ് എ ലുക്ക്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏരിയ കഴിഞ്ഞു. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ മീഡിയ ആണ്. വെർബൽ, നോൺ വെർബൽ, വിഷ്വൽ, ഇലക്ട്രോണിക്. അതിൽ നോൺ വെർബൽ ഒന്നുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഗ്രേപ്പ് വൈൻ ഈസ് ഓൾസോ നോൺ ആസ്. കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു ടേമിന് പറയപ്പെടുന്ന പേരെന്താണ്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. യുവർ ആൻസർ പ്ലീസ്. Grapevine communication is also known as informal. Very good answer. ഒരുപാട് ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്. ദ ആൻസർ ഇസ് ഇൻഫോർമൽ. അപ്പൊ അടുത്ത ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ് വി ഹാവ് 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് ഫോർമൽ ആണ്. ഇപ്പൊ ഞാൻ നടത്തുന്നത് ഫോർമൽ ആണ്. നമ്മൾ ക്ലാസ് ടൈമിൽ അല്ലാത്ത
സമയത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ബസ്സിൽ ഒരേ സീറ്റിൽ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നത് ഇൻഫോർമൽ ആണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ. സോ ഇറ്റ് ക്യാൻ ബി either ഫോർമൽ ഓർ ഇൻഫോർമൽ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ്, പേരുണ്ട്, മുന്തിരിവള്ളി ഇങ്ങനെ ഒരു പേര് അതിന് വരുന്നത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻ വർക്ക് പ്ലേസ്. അത് പല രീതിയിലും സ്പ്രെഡ് ആവും. ആ സ്പ്രെഡ് ആവുന്ന രീതി അനുസരിച്ച് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 4. ഏതൊക്കെയാണ് നോക്കാം സ്പ്രെഡ് ആവുന്ന രീതി അനുസരിച്ച്. ഒന്ന് സിംഗിൾ സ്ട്രൈറ്റ് ചെയിൻ ആണ്. സിംഗിൾ സ്ട്രൈറ്റ് ചെയിൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത്, ഒരാള് സാദിഖ് അനീസിനോട് പറഞ്ഞു, അനീസ് ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി ബാസിത്തിനോട് പറഞ്ഞു, അങ്ങനെ മുന്നോട്ട് പോവുക. ഒരേ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ ആയിട്ട് ചെങ്ങലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതാണ് സിംഗിൾ സ്ട്രൈറ്റ് ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ടൈപ്പാണ്. രണ്ടാമത് ഗോസിപ്പ് ചെയിൻ ആണ്. ഒരാൾ എന്നെ എല്ലാവരോടും പറഞ്ഞു നടക്കുക, സാദിഖ് എന്നെ എല്ലാവരോടും പറഞ്ഞു, പാസ് ചെയ്ത് പോവാതെ, അതിന് നമ്മൾ പറയുന്ന ഗോസിപ്പ് ചെയിൻ എന്നാണ്. ഇനി പ്രോബബിലിറ്റി ചെയിൻ ആണ്. പ്രോബബിലിറ്റി പറഞ്ഞാൽ സാധ്യത ചെയിൻ. പലരും പലരോടും പറയുന്നുണ്ട്, ആരൊക്കെയെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. ഞാനൊരാളോട് പറഞ്ഞു, പിന്നെ ആരൊക്കെ ഗ്രൂപ്പിൽ വേറൊരാളോട് പറഞ്ഞു. കൃത്യമായിട്ട് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റാത്ത രീതിയിൽ പലരും പലരോടും പറയാം. റാൻഡംലി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇനി ക്ലസ്റ്റർ ചെയിൻ എന്ന് പറയുന്ന സമയത്ത്, ക്ലസ്റ്റർ ചെയിൻ എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞു, സാദിഖ് ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞു, അവന്റെ അണ്ടറിലുള്ള ആളോട് പറഞ്ഞു, അനീസ് വേറൊരു ഗ്രൂപ്പിനോട് പറഞ്ഞു, ബാസിത്ത് വേറൊരു ഗ്രൂപ്പിനോട് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ അതിന് ക്ലസ്റ്റർ ചെയിൻ എന്ന് പറയും. They are the different types of communication based on context. We have 2 types, formal, informal. Informal communication can be categorized into 4. They are single straight chain, gossip chain, probability chain, cluster chain. Understood? Clear? Yes. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കി എല്ലാവരും. Imagine you are working in an educational institution where people are of equal status. Which method of communication is best suited and normally employed in such a context? ഒരേ ലെവലിലുള്ള ആളുകൾ മാത്രം. ഉദാഹരണമായിട്ട് സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഏതായിരിക്കും? ക്ലാസ് റൂമിൽ കുട്ടികൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ താഴെ പറയുന്നതിൽ ഏതായിരിക്കും? Whether it is horizontal, vertical, corporate, cross communication. എല്ലാവരും ശരിയാക്കിയ ഒരു ആൻസർ ആണെന്ന് തോന്നുന്നു. വെരി ഗുഡ് ആൻസർ. ദ റൈറ്റ് ആൻസർ ഇസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എന്താണ് ഹൊറിസോണ്ടൽ? ബേസ്ഡ് ഓൺ പാറ്റേൺ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ശ്രദ്ധിച്ചോളൂ. അതിൽ ആദ്യം വരുന്നത് വെർട്ടിക്കൽ ആണ്. ബിറ്റ്വീൻ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. മാനേജർ എംപ്ലോയീസിനോട് സംസാരിക്കുക, പ്രിൻസിപ്പൽ മറ്റുള്ള ടീച്ചേഴ്സിനോട് സംസാരിക്കുക, ടീച്ചർ സ്റ്റുഡൻസിനോട് സംസാരിക്കുക. മുകളിൽ നിന്ന് താഴോട്ടോ താഴെ നിന്ന് മുകളിലോട്ടോ ആവാട്ടോ. ഇറ്റ് ക്യാൻ ബി ഡൗൺവാർഡ്. ഓർഡർ ഫ്രം മാനേജർ ടു എംപ്ലോയി. നാളെ 5 മണിക്ക് മുമ്പായി നീ ആ ഫയലുകൾ കൃത്യമായി കംപ്ലീറ്റ് ചെയ്ത് എന്റെ അടുത്ത് തരണം. അതാണ് ഡൗൺവാർഡ്. മാനേജർ താഴോട്ട് ഓർഡർ ചെയ്യാണ്. അപ്വാർഡ്, താഴെ നിന്ന് മുകളിലോട്ടുള്ള റിക്വസ്റ്റ് ആണ്. സർ നാളെ ഞാൻ നേരത്തെ ഒന്ന് പോയിക്കോട്ടെ, എനിക്ക് വീട്ടിൽ ചെറിയ എൻഗേജ്മെന്റ് ഉണ്ട്. അതാണ് അപ്വാർഡ്. ഇനി ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ പീപ്പിൾ ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ്. 2 ടീച്ചേഴ്സ് സംസാരിക്കുക, ക്ലാസ്സിലെ 2 സ്റ്റുഡൻസ് പരസ്പരം സംസാരിക്കുക, അതിൽ റെസ്പെക്ട് ഒന്നും ഉണ്ടാവില്ല, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ക്രോസ് കമ്മ്യൂണിക്കേഷൻ. ക്രോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നേരെ ക്രോസ് ചെയ്ത് സംസാരിക്കുക. മാനേജർ പിന്നെ എംപ്ലോയിയോട് പറയാ, നീ എന്താ ലേറ്റ് ആയത്, അത് ചോദിക്കാൻ നീ ആരാ? തിരിച്ച് ക്രോസ് ചെയ്തിട്ട് എംപ്ലോയി ആരായി മാറുക? മാനേജർ ആയിട്ട് നേരെ തിരിച്ചു ചോദിക്കുക. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുക, നിങ്ങൾ ഇന്ന് എപ്പോഴാ വന്നത്? പ്രിൻസിപ്പൾ ടീച്ചറോട് ചോദിക്കാണ്, നീ സാറിന്ന് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്, എപ്പോഴാ എത്തിയത്? അപ്പൊ തിരിച്ച് സാറ് പ്രിൻസിപ്പാളോട് ചോദിക്കാണ്, പ്രിൻസിപ്പാൾ ഇന്ന് എപ്പോഴാ വന്നത് എന്ന്. അതാണ് ക്രോസ് കമ്മ്യൂണിക്കേഷൻ. നേരെ പൊസിഷൻ മാറിയിട്ട് എക്സ്പെക്ട് ചെയ്യാത്ത കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിന് പറയുന്ന പേരാണ് ക്രോസ് കമ്മ്യൂണിക്കേഷൻ. മറ്റൊന്ന് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. ബിസിനസ് ഫീൽഡിലുള്ളതാണ്. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കമ്പനിക്ക് അനൗൺസ്മെന്റ് കൊടുക്കാനുള്ള അനൗൺസ്മെന്റ് സിസ്റ്റം. ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ ഉണ്ട്, നമ്മൾ ഒരു അനൗൺസ്മെന്റ് സിസ്റ്റം ഉണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി. അതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സെറ്റ് റൂളൊക്കെ അനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അതിന് പറയുന്ന പേരാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന്. കൃത്യമായി ഒരു മൊത്തം ആളുകളെ കമ്മ്യൂണിക്കേഷൻ വിവരങ്ങൾ കൈമാറാൻ നമ്മളൊരു ഫിക്സ്ഡ് സെറ്റ് അനുസരിച്ച് കൊടുക്കുന്ന സിസ്റ്റമാറ്റിക് കമ്മ്യൂണിക്കേഷൻ ആണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അനൗൺസ്മെന്റ്, കോളേജിലെ അനൗൺസ്മെന്റ് കേട്ടോ. യെസ്. Communication with oneself is known as organizational communication, grapevine communication, interpersonal communication, intrapersonal communication. Oneself. സോറി, എല്ലാവരും തെറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മുഹമ്മദ് സൽമാൻ ശരിയാക്കിയിട്ടുണ്ട്.
ശ്രദ്ധിക്കുക, വൺ സെൽഫ് എപ്പോഴും ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇന്റർ പേഴ്സണൽ വേറൊരാളോടാണ്. വൺ സെൽഫ് ഇൻട്രാ പേഴ്സണൽ ആണ്. വൈ? ആ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ഒന്ന് നോക്കിക്കോളൂ. ബേസ്ഡ് ഓൺ പ്രോസസ് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആവാം, ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ ആവാം. ഫോണിലൂടെ സുഹൃത്തെ നീ വീട്ടിലുണ്ടോ? ഉണ്ട്, ഞാനുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് 2 or 3 പ്രാവശ്യം ഞാൻ കണ്ട ചോദ്യമാണ് സ്റ്റേജസ് ഓഫ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പരസ്പരം 2 പേര് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അതിന് 3 സ്റ്റേജുകളുണ്ട്. ആദ്യത്തെ സ്റ്റേജ് ഫാറ്റിക് സ്റ്റേജ് ആണ് എന്ന് പറഞ്ഞ ബാസിത്ത് കോളേജിൽ ആദ്യത്തെ ദിവസം വന്നു, സാദിഖിനെ കണ്ടു, ഫാറ്റിക് സ്റ്റേജിലാണ്, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് വിഷ് ചെയ്തു, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ചു നേരം അടുത്തിരുന്നപ്പോൾ ഒന്നും കൂടി അടുത്തു, 2ാമത്തെ സ്റ്റേജിലേക്ക് കടന്നു. അതാണ് പേഴ്സണൽ സ്റ്റേജ്. പേഴ്സണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടുന്ന് വരുന്നു, എന്തൊക്കെ പഠിച്ചു. അതാണ് 2ാമത്തെ സ്റ്റേജ്. അങ്ങനെ ഇതും തുടർന്ന് 2-3 ദിവസം ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് വരും, ഇന്റിമേറ്റ് സ്റ്റേജ്. അടുത്ത സുഹൃത്തുക്കളാവും. പിന്നെ അവർ പരസ്പരം എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു തലത്തിലെത്തും. അങ്ങനെയാണ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതിന്റെ സ്റ്റേജാ പറഞ്ഞത്. ഫാറ്റിക് സ്റ്റേജ് ഉണ്ട്, ദെൻ പേഴ്സണൽ സ്റ്റേജ് ഉണ്ട്, ഫൈനലി വി ഹാവ് ഇന്റിമേറ്റ് സ്റ്റേജ്. ഇനി ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാ പേഴ്സണൽ, സ്വയം കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ വരുന്ന സ്റ്റേജസ്, ഒന്ന് ഇന്റേണൽ ഡിസ്കോഴ്സാ. മനസ്സിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പല ആലോചനകളും വരും. അത് പാർട്ട് ഓഫ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന് പറയുന്നത് ഇന്റേണൽ ഡിസ്കോഴ്സ് എന്നാ. മനസ്സിൽ വരുന്ന ചിന്തകൾ. വേറൊന്ന് സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ. നാളെ നമുക്കൊരു പ്രസംഗം ഉണ്ട്, ക്ലാസ് എടുക്കാനുണ്ട്, ചിലപ്പോൾ അതിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചേക്കാം ഓറലി. അതാണ് സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ. 2ാമത്തെ സ്റ്റേജ് ആണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ. മറ്റൊന്ന്, ഇത് നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജ് അല്ല കേട്ടോ, അതിന്റെ ടൈപ്സ് ആണ്, ഇനങ്ങളാണ്. ഫോമാ പറയുന്നത്, ഫോം ഓഫ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ ബി ത്രൂ ഇന്റേണൽ ഡിസ്കോഴ്സ് ആവാം, സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ ആവാം, സോളോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഡയറി ഒക്കെ എഴുതൂലേ, നമുക്ക് പറയാനുള്ളത് നമ്മൾ തന്നെ എഴുതി ആശ്വസിക്കുന്ന, അതാണ് സോളോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ചില ആളുകൾ കവിതകളൊക്കെ എഴുതാറുണ്ട് ഇത്തരത്തിൽ. അത് പിന്നെ മറ്റൊരു ഫോമാണ്, എല്ലാവർക്കും സാധിക്കാത്തൊരു ഫോമാണ് ട്രാൻസിഡന്റൽ മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലൊക്കെ ഏർപ്പെടുന്ന യോഗികൾ, അത്തരത്തിലുള്ള ആളുകൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ട്രാൻസിഡന്റൽ മെഡിറ്റേഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ 4 കാര്യം ഓർത്തു വെക്കുക. ഇന്റേണൽ ഡിസ്കോഴ്സ്, സോളോ വോക്കൽ കമ്മ്യൂണിക്കേഷൻ, സോളോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസിഡന്റൽ മെഡിറ്റേഷൻ. ദെൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, സിലബസിലുള്ള ഒരു കാര്യമാണ്. മോർ ദാൻ 2 പീപ്പിൾ വിത്ത് എ കോമൺ ഗോൾ. ഒരു മീറ്റിംഗ് കൂടുകയാണ്, ഒരു സംഘടനയുടെ മീറ്റിംഗ് കൂടുകയാണ്, അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക്കിനോട് മാസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, പത്രം, TV പോലെയുള്ള മാസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ പ്രോസസ് അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ 4 തരത്തിലുണ്ട്. ഇന്റർ പേഴ്സണൽ, ഇൻട്രാ പേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത ആൻസർ ഒന്ന് എഴുതൂ. അടുത്ത ചോദ്യത്തിനുള്ള ആൻസർ ഒന്ന് എഴുതി വെക്കും എല്ലാവരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പവർഫുൾ ഡിറ്റർമിനന്റ് for effective assertive communication whether written or spoken? പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പറയാനുള്ളത്. ഉത്തരം ഒന്ന് എഴുതി വെക്കൂ. നമ്മൾ സ്വയം നമ്മുടെ വിൽ പവർ, ഡിറ്റർമിനേഷൻ, അസേർഷൻ ഒക്കെ കാണിക്കുന്നത് ഇതിൽ ഏത് മെസ്സേജ് ആണ്? നമ്മുടെ കോൺഫിഡൻസ്, വിൽ പവർ, ഡിറ്റർമിനേഷൻ ഇതൊക്കെ കാണിക്കുന്നത് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ഏത് മെസ്സേജ് ആണ്? Yeah, the right answer is I മെസ്സേജ്. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ 4 തരത്തിൽ മെസ്സേജ് ഉണ്ട്, ശ്രദ്ധിക്കുക. യു മെസ്സേജ് ഒരാളെ ബ്ലെയിം ചെയ്യാനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. യു മെസ്സേജ് എന്ന ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞാൽ ഒരാളെ അക്യൂസ് ചെയ്യാണ്, യു ആർ എ ലയർ, നീ നുണ പറയാണ്, നീ അത് ചെയ്തത് ശരിയായില്ല, ബ്ലെയിം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് യു മെസ്സേജ്. ഐ മെസ്സേജ് കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ, വിൽ പവർ, ദെൻ അസർട്ടീവ് ഫീച്ചർ ഒക്കെ കാണിക്കുന്നതാണ്. നമ്മൾ സ്വയം കരുത്തരായി പ്രഖ്യാപിക്കുന്ന, അതാണ് ഐ മെസ്സേജ്. വി മെസ്സേജ് സജഷൻ ആണ്, അതുപോലെ ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണിക്കാനാണ്. ലെറ്റ്സ് ഒക്കെ വരുന്നതാണ് വി മെസ്സേജ്. നമ്മൾ ഇംഗ്ലീഷിൽ ആ പ്രൊനൗൺ തന്നെ നോക്കിയാൽ മതി. ദേ മെസ്സേജ് ഇൻഡിഫറൻസ് കാണിക്കാനാണ്, അവരെന്തോ ആയി, അവരുടെ പാടായി, ഇൻഡിഫറൻസ് കാണിക്കാനാണ് ദേ മെസ്സേജ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കുക, അതും ചോദ്യം വന്ന ഏരിയ ആണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, 2 ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സ്മോൾ ഗ്രൂപ്പ് ഉണ്ട്, ലാർജ് ഗ്രൂപ്പ് ഉണ്ട്. അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഒരു പ്രാവശ്യം വന്നതുകൊണ്ടാണ് ഈ കമ്പാരിസൺ ഇവിടെ കാണിച്ചത്. ഫീഡ്ബാക്ക് സ്മോൾ ഗ്രൂപ്പിൽ ഒന്നും കൂടി അധികം കിട്ടും, പാർട്ടിസിപ്പേഷൻ ഒന്നും കൂടി കൂടും, ഇന്റിമസി കൂടും, ഫ്രീഡം കൂടും, ഒന്നും കൂടി എഫക്റ്റീവ് ആണ് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പർ ഐ കോണ്ടാക്ട് ഇസ് പോസിബിൾ, ദെൻ റീഇൻഫോഴ്സിങ്
സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ എല്ലാവരും പറയുന്നത് കേൾക്കാനും എൻഗേജ്ഡ് ആകുമ്പോൾ ഒന്നുകൂടി അത് റീഇൻഫോഴ്സിംഗ് ആണ്. സോ ദാറ്റ് ഇസ് സ്മോൾ ഗ്രൂപ്പ് കമ്പാരിസൺ ബിറ്റ്വീൻ സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാർജ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സിലബസിൽ അത് കൊടുത്തിട്ടുണ്ട്. 2 ഏരിയയിൽ നിന്നാണ് സാധാരണ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് UGC. ഒന്ന് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ അടുത്തായിട്ട് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ചോദ്യങ്ങളില്ല, ഉണ്ടെങ്കിൽ തന്നെ 5-ൽ 1 ചോദിക്കുന്നുള്ളൂ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് മാസ് ഓഡിയൻസ് ത്രൂ മാസ് മീഡിയ. അത് ഇറ്റ് ക്യാൻ ബി, ശ്രദ്ധിക്കുക, സിങ്ക്രോണസ്, അസിങ്ക്രോണസ്. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ലൈവ് ആണ്, അത് സിങ്ക്രോണസ് ആണ്. എന്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾ നാളെ യൂട്യൂബിൽ നിന്ന് കാണുകയാണെങ്കിൽ അത് അസിങ്ക്രോണസ് ആണ്, ലൈവ് അല്ല. ആ സമയത്ത് നിങ്ങൾ എന്നോട് ഇന്ററാക്ട് ചെയ്തിട്ട് കാര്യമല്ല, ഞാൻ ഉത്തരം പറയുകയില്ല. ഇറ്റ് ക്യാൻ ബി ഓഡിയോ ഓർ ഓഡിയോ വിഷ്വൽ. ഇപ്പൊ ഓഡിയോ വിഷ്വൽ ആണ്, എന്നെ നിങ്ങൾ കാണുന്നു, കേൾക്കുന്നു. ദെൻ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ് നമ്മുടെ മോഡേൺ മാസ് മീഡിയയുടെ ഒരു പ്രത്യേകത. അതാണ് നല്ലൊരു ക്യാപിറ്റലൊക്കെ ചെലവഴിച്ച് ഒരു വലിയൊരു സംരംഭം തന്നെയാണ്. ഓഡിയൻസ് ആർ ആക്റ്റീവ്. മാസ് മീഡിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായിക്കുന്ന, കേൾക്കുന്ന ആളുകൾ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, വിമർശിക്കുന്നു. ഓഡിയൻസ് ആക്റ്റീവ് ആവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണത്. ലാർജ് ഓഡിയൻസ് ആണ്. നോ ഫീഡ്ബാക്ക് പലപ്പോഴും കൊടുക്കുന്നില്ല. നമ്മൾ കത്തിലൂടെയൊക്കെ എഡിറ്റർ അറിയിക്കാറുണ്ട്, നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല. ഡിലേഡ് ഫീഡ്ബാക്കും പലപ്പോഴും വന്നേക്കാം. മെസ്സേജ് ഫോർ ഇമ്മീഡിയറ്റ് കൺസെപ്ഷൻ ആണ്, പെട്ടെന്ന് അത് എത്തിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കാറുള്ളത്. കാര്യം അതിന്റെ റെലവൻസ് ഒരു ദിവസം കഴിഞ്ഞാൽ കഴിയും. വാർത്തകളൊക്കെയാണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്. അതാണ് മാസ് മീഡിയയുടെ ഒരു ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇൻഫോർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. കാര്യങ്ങൾ പബ്ലിക്കിനെ അറിയിക്കുക, അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മളെ ഒരു സോഷ്യൽ അനിമലാക്കി മാറ്റുക. ആ ഒരു പ്രോസസ്സ് നടത്തുന്നത് ഈ മാസ് മീഡിയയിലൂടെ തന്നെയാണ്. ഇടയ്ക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഉണ്ടാവും, പൊളിറ്റിക്കൽ അവയർനെസ് തരുന്നുണ്ട്, കൾച്ചറൽ ട്രാൻസ്മിഷൻ, ഒരു രാജ്യത്തിന്റെ കൾച്ചർ യങ്ങർ ജനറേഷന് ട്രാൻസാക്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ മാസ് മീഡിയയിലൂടെ തന്നെയാണ്. അതുപോലെ രാജ്യത്തിന്റെയും വ്യക്തിയുടെയും സൊസൈറ്റിയുടെയും ഒക്കെ പുരോഗതിക്ക് വലിയൊരു ചാലക ശക്തിയായി വർത്തിക്കുക. ഇതൊക്കെയാണ് മാസ് മീഡിയയുടെ ഫങ്ഷൻസ്. ഞാൻ അവിടെ ഫാസ്റ്റ് ആക്കുന്നത് വിശദീകരണം ആവശ്യമില്ല, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, ദ പ്രൈമറി ബേസിസ് ഓഫ് ഇന്റർപേഴ്സണൽ പവർ ഇൻ റിലേഷൻ ടു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കടക്കുകയാണ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഇതിനെല്ലാവരും ആൻസർ ചെയ്തേ. ദ പ്രൈമറി ബേസിസ് ഓഫ് ഇന്റർപേഴ്സണൽ പവർ ഇൻ റിലേഷൻ ടു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആർ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ഒരു ഇന്റർപേഴ്സണൽ പവർ വരുന്നുണ്ട് ടീച്ചേഴ്സിന്റെയും കുട്ടികൾക്കും ഇടയിൽ. അതിന്റെ പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത്, യുവർ ആൻസർ പ്ലീസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തോന്നുന്ന റിവാർഡ് പവർ എന്ന് തോന്നിയേക്കാം. റിവാർഡ് പവർ ആണെങ്കിൽ കോഴ്സീവ് പവറും വരാം, പണിഷ്മെന്റ് പവർ, റിക്രിയേഷണൽ പവറും വരാം, ടീച്ചറുടെ റോൾ അതും വരുന്നുണ്ട് ക്ലാസ് റൂമിൽ. പക്ഷെ ഇത് ലെജിറ്റിമേറ്റ് പവർ ആണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ഏതൊക്കെയാണ് ഇന്റർപേഴ്സണൽ പവർ വരുന്നത്? റിലേഷൻഷിപ്പ് പവേഴ്സ്. ആദ്യം വരുന്നത് ലെജിറ്റിമേറ്റ് പവർ ആണ്, ഒഫീഷ്യലായിട്ട് കിട്ടുന്ന പവർ. ടീച്ചർക്ക് കിട്ടുന്ന അത് തന്നെയാണ്. ഒഫീഷ്യലായിട്ട് ടീച്ചർക്ക് ഒരു പവർ ക്ലാസ് റൂമിൽ കിട്ടുന്നുണ്ട്. അത് ഒഫീഷ്യലി നമ്മൾ ചാർത്തി കൊടുക്കുന്ന പവർ തന്നെയാണ്. ടീച്ചർ ആയതുകൊണ്ട് കിട്ടുന്നതാ. നേരെ മറിച്ച് നൗഫൽ സാർ അല്ലാതെ വ്യക്തി എന്ന നിലക്ക് ആ പവർ ഒരിക്കലും കുട്ടികളുടെ ഇടയിൽ കിട്ടുകയില്ല. മറ്റൊന്ന് ഇൻഫോർമേഷൻ പവർ, മറ്റൊരു പവറാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരുന്ന പവറാണ്. ഇനി ഇങ്ങനെ ഒഫീഷ്യൽ ടൈറ്റിൽ ഇല്ലാത്ത ആളുകളോട് നമുക്ക് ഒരു വിധേയത്വം തോന്നാം, അവർ നമ്മൾ അംഗീകരിക്കാം. ആൾക്ക് നല്ല വിവരം ഉണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ നല്ല വിവരമുള്ള ഒരാളാണ്, ഒഫീഷ്യൽ ടൈറ്റിൽ ഒന്നുമില്ല, അയാളെ നമ്മൾ അംഗീകരിച്ചേക്കാം. അങ്ങനെ കിട്ടുന്ന പവർ എന്ന് പറയുന്ന പേരാണ് ഇൻഫോർമേഷൻ പവർ. വേറൊന്ന് എക്സ്പെർട്ട് പവർ, സീനിയോറിറ്റി പ്രകാരം കിട്ടുന്ന ഒരു പവർ ഉണ്ട്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾ, സീനിയർ ആയ ആളുകൾക്ക് സീനിയോറിറ്റി, ആളുടെ എക്സ്പീരിയൻസ് പ്രകാരം കിട്ടുന്ന പവറാണ് സീനിയോറിറ്റി ഓർ എക്സ്പെർട്ട് പവർ. റിവാർഡ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ആൾക്ക് നമ്മോട് തോന്നുന്ന, ആളുടെ മേൽ നമുക്കുണ്ടാവുന്ന ഒരു അധികാരമാണ് റിവാർഡ് പവർ. അതുപോലെ കോഴ്സീവ് പവർ, തെറ്റ് കാണുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ, അങ്ങനെ ഇത് വരുമ്പോൾ ആൾ സ്വീകരിക്കുമ്പോൾ ആളുടെ മുകളിൽ നമുക്കുണ്ടാവുന്ന ഒരു പവറാണ്. റിവാർഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇനി റെഫറൻസ് പവർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒഫീഷ്യലി ഒരു ടൈറ്റിലും ഇല്ല, വിവരം ഉണ്ടാവാതിരിക്കുക, അതൊന്നും നമ്മളിവിടെ വിഷയാക്കുന്നില്ല. ചില ആളുകൾക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ചാർത്തി കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്, ഒരു റെഫറൻസ് ചാർത്തി കൊടുക്കാറുണ്ട് ചില ആളുകൾ. അപ്പൊ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ അവസാന വാക്കായിട്ട് അവർ കടന്നു വരാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒഫീഷ്യലി ടൈറ്റിൽ ഉണ്ടാവണമെന്നില്ല. ആ ആളുകൾക്ക് നമ്മൾ സ്വാഭാവികമായ ജീവിതത്തിൽ ആ ആളെ നമ്മൾ റെസ്പെക്റ്റോടെ കാണുകയാണ്. അങ്ങനെ ചാർത്തി കൊടുക്കുന്ന പവറാണ് റെഫറൻസ് പവർ. അപ്പൊ ക്ലാസ് റൂമിൽ ടീച്ചർക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത് അത് ഒഫീഷ്യൽ പവർ തന്നെയാണ്. ഒഫീഷ്യൽ പവറിലൂടെയാണ് ബാക്കി എല്ലാ പവറും ടീച്ചർ നടപ്പിലാക്കുന്നത്. അത് കോസീവ് ആണെങ്കിലും റിവാർഡ് ആണെങ്കിലും റിക്രിയേഷണൽ ആണെങ്കിലും അതൊക്കെ പാർട്ട് ഓഫ് ഒഫീഷ്യൽ പവർ ആണ്. അപ്പൊ അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടേം.
ഇനി അടുത്ത കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് സിലബസിൽ കൊടുത്തതാണ് ഇന്റർ കൾച്ചറൽ ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർ കൾച്ചറൽ ഓർ ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. From the title itself, you can guess what is meant by intercultural communication. Communication across different cultures and social groups. ഒരു സോഷ്യൽ ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പ് വേറൊരു സോഷ്യൽ ഗ്രൂപ്പുമായിട്ട് സംസാരിക്കുക. കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവും, അവിടെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഒക്കെ നന്നായിട്ട് വരാം. ആ ഒരു കമ്മ്യൂണിക്കേഷന് പറയുന്ന പേരാണ് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ തന്നെ പല ടൈപ്സും ഉണ്ട്, ശ്രദ്ധിക്കുക. ഒന്ന് കൾച്ചർ സ്പെസിഫിക് ആണ്. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ ഐഡന്റിഫൈയിങ് കമ്മ്യൂണിക്കേഷൻ ബിഹേവിയർ ഓഫ് എ സ്പെസിഫിക് കൾച്ചർ, ഒരു പ്രത്യേക കൾച്ചർ, ഒരു പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൾച്ചർ സ്പെസിഫിക്, ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ കൾച്ചർ, അവരുടെ കോമൺ ആയിട്ടുള്ള ആ ഗ്രൂപ്പിൽ മാത്രമുള്ള യുണീക്ക് ആയിട്ടുള്ള, കോമൺ അല്ല യുണീക്ക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, അതാണ് കൾച്ചർ സ്പെസിഫിക്. ഇനി കൾച്ചർ ജനറൽ, ഐഡന്റിഫൈങ് കോമണാലിറ്റീസ് എമംഗ് കൾച്ചേഴ്സ്, ഡിഫറെന്റ് കൾച്ചേഴ്സിന് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. എല്ലാ കൾച്ചേഴ്സിനും കോമൺ ആയിട്ട് ചില ഫീച്ചേഴ്സ് ഉണ്ടാവും, ഒരു കൾച്ചറിന് മാത്രമുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ കൾച്ചർ സ്പെസിഫിക് ആണ്. എല്ലാ കൾച്ചറിനും കോമൺ ആയിട്ടുള്ളതാകുമ്പോൾ കൾച്ചർ ജനറൽ ആണ്. ഇതിൽ വരുന്ന പ്രശ്നം, ഈ ക്രോസ് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് പ്രോബ്ലംസ്, ലാംഗ്വേജ് ബാരിയർ വരാം. ആ ഒരു കൾച്ചറിന്റെ ലാംഗ്വേജ് നമുക്ക് അറിയണമെന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്ന പദം അതേ അർത്ഥത്തിൽ അവർ ഉപയോഗിക്കണമെന്നില്ല, കൾച്ചറൽ ഡൈവേഴ്സിറ്റി വരാം, അതുപോലെ എത്നോ സെൻട്രിസം വരാം. എന്ന് പറഞ്ഞ വ്യൂവിങ് അതർ കൾച്ചർ ഇൻ ദി വ്യൂ ഓഫ് അവർ കൾച്ചർ, നമ്മൾ ആ കൾച്ചറിനെ ആ കൾച്ചറായി കാണാതെ നമ്മുടെ കൾച്ചറിൽ വിലയിരുത്തും. അപ്പൊ അവർ പറയുന്നത് നമുക്ക് സ്വീകാര്യമായി തോന്നണമെന്നില്ല. ഇതൊക്കെയാണ് ഇത്തരം കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നം. അപ്പോൾ ഒരു കൾച്ചറിൽപ്പെട്ട ആള് മറ്റൊരു കൾച്ചറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കലി കമ്മ്യൂണിക്കേഷന്റെ ആസ്പെക്റ്റിൽ അതിന് പറയുന്ന പേര് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ആണ്. ടൈപ്സ് കഴിഞ്ഞു കേട്ടോ, ഇനി സ്റ്റൈൽസ് ആണ്. എല്ലാവരും നോട്ട് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ആണ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അതിൽ ആദ്യം വരുന്ന പാസീവ് ആണ്. പാസീവ് എന്ന് പറഞ്ഞാൽ ഫെയിൽ ടു എക്സ്പ്രസ് ദെയർ ഫീലിംഗ്സ് ഓർ നീഡ്സ് അലൗവിങ് അതേഴ്സ് ടു എക്സ്പ്രസ്. അവരൊരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കും, ബാക്കിയുള്ളവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, ചാഞ്ഞു കിടക്കുന്ന മരത്തിന്റെ മുകളിൽ ഓടിക്കാറെന്ന് പറയുന്ന പോലെ അവർ കേട്ടിരിക്കും, അവരൊന്നും മിണ്ടുകയില്ല, പാസീവ് ആയിരിക്കും ഓൾവേസ്. അതാണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ ഒന്നും പറയില്ല, ബാക്കിയുള്ളവരെ പറയാൻ സമ്മതിക്കും. മറ്റൊന്ന് അഗ്രസീവ്, നേരെ ഓപ്പോസിറ്റ്. അവര് വളരെ ശബ്ദത്തിൽ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കും, മറ്റുള്ളവരെ മൈൻഡ് ചെയ്യില്ല, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും, ബ്ലെയിം ചെയ്യും. അതിന് പറയുന്ന ആ സ്റ്റൈലിന് പറയുന്ന പേരാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. ഇനി പാസീവ് അഗ്രസീവ് ഉണ്ട്, ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പാസീവ് അഗ്രസീവ് എന്ന് പറയുമ്പോൾ ആള് പാസീവ് ആണ്, പക്ഷെ സീക്രട്ട് ആയിട്ട് അഗ്രസീവ് ആവും, ഷൗട്ട് ചെയ്യുന്നത്, അതാണ് പാസീവ് അഗ്രസീവ്. ദെൻ അസേർട്ടീവ്, മോസ്റ്റ് എഫക്റ്റീവ് ആണ്. പറയേണ്ട കാര്യം ആരുടെ മുന്നിലും തുറന്നു പറയും, എനിക്ക് സത്യം എന്ന് തോന്നുന്ന കാര്യം ഞാൻ തുറന്നു പറയും. ആ ഒരു സ്റ്റൈലാണ് അസേർട്ടീവ് സ്റ്റൈൽ. അപ്പൊ ഒരാളെങ്ങനെ ബ്ലെയിം ചെയ്യുന്ന സ്റ്റൈലാണ് അഗ്രസീവ്. ഒന്നും മിണ്ടാതെ അയ്യോ പാവം എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റൈലാണ് പാസീവ്. അയ്യോ പാവം എന്ന് പറഞ്ഞിരിക്കുന്നു, പിന്നീട് ഒറ്റക്ക് പോയി പൊട്ടിത്തെറിക്കുന്ന സ്റ്റൈലാണ് പാസീവ് അഗ്രസീവ്. ഞാൻ എന്റെ കാര്യം എല്ലായിടത്തും വെട്ടി തുറന്ന് പറയും എന്നുള്ള സ്റ്റൈലാണ് അസേർട്ടീവ്. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തോളൂ. കമ്മ്യൂണിക്കേഷൻ ഇൻ ഇന്ത്യൻ പാർലമെന്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. നെറ്റ്വർക്ക് ആണ് ഈ പരിചയപ്പെടുത്താനുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. യുവർ ആൻസർ പ്ലീസ്. കമ്മ്യൂണിക്കേഷൻ ഇൻ ഇന്ത്യൻ പാർലമെന്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. പല ആൻസറും വന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ, നെറ്റ്വർക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇനി ശരിയായ ആൻസർ ഉണ്ടാവുകയുള്ളൂ. വീൽ നെറ്റ്വർക്ക് ആണ്. സോ വി ഹാവ് ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ആൻസർ വീൽ നെറ്റ്വർക്ക് ആണ്. അതിൽ ഒന്ന് വരുന്നത് സർക്യൂട്ട്, ഒരു സർക്കിൾ നെറ്റ്വർക്ക് ആണ്. സർക്യൂട്ട് നെറ്റ്വർക്ക് എന്ന് പറയും. എ, സ്പീക്കർ മെസ്സേജ് അയക്കുന്നു, റിസീവർക്ക് കിട്ടുന്നു, എങ്ങോട്ട് പോകുന്നു, റിസീവർ ഞാൻ മാർക്കറ്റിലോട്ട് പോകുന്നു, സൈക്ലിക് ആയിട്ട് കൃത്യമായിട്ട് പോകുന്നു. മാർക്കറ്റിൽ എന്തിനു പോകുന്നു, സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു. അതാണ് ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. രണ്ടാമത്തത് പാർലമെന്റിൽ നടക്കുന്നതാണ്. പാർലമെന്റിൽ ആക്ച്വലി നടക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, നടക്കേണ്ടതാണ്. നടക്കേണ്ട നെറ്റ്വർക്കാണ് വീൽ നെറ്റ്വർക്ക്. സ്പീക്കർ അവിടെ സെൻട്രൽ ഉണ്ടാവും. ജോഗ്രഫിക്കലി അല്ലെങ്കിൽ സ്പെഷ്യലി സെൻട്രൽ തന്നെ ആവണമെന്നില്ല, പക്ഷെ ആളുടെ റോള്, കമ്മ്യൂണിക്കേഷൻ റോൾ അനുസരിച്ച് സെൻട്രലാണ് സ്പീക്കറുടെ റോള്. ബാക്കിയുള്ള ആളുകൾ സ്പീക്കറോട് ഇങ്ങനെ സർ 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 എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യും. അതാണ് വീൽ നെറ്റ്വർക്ക്. ഇനി ചെയിൻ നെറ്റ്വർക്ക്. ഞാൻ തുടങ്ങുന്നു, ഞാൻ രണ്ടുപേരോട് പറഞ്ഞു, സാദിഖിനോടും പറഞ്ഞു, അനീസിനോടും പറഞ്ഞു. സാദിഖ് അത് കുറെ ആളുകളോട് ആ റൂട്ടിലൂടെ പറഞ്ഞു പോയി. നമ്മൾ നെറ്റ്വർക്ക് ഇത്തരത്തിൽ
വായിക്കുന്നതിലൂടെയും കുറെ ആളുകളോട് പറഞ്ഞു. അതിന് പറയുന്ന പേരാണ് ചെയിൻ നെറ്റ്വർക്ക്. ഇനി സ്റ്റാർ നെറ്റ്വർക്ക് കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ഗ്രൂപ്പിൽ ഡിബേറ്റ് നടക്കുക, പലരും പല സമയത്തും പ്രതികരിച്ചു കൊണ്ടിരിക്കുക, സ്റ്റാറിന്റെ മോഡലിലാണ് വരിക. അതാണ് സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ആകെ 10 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമാണ് ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യമാണ് ഞാനിവിടെ എഴുതി കാണിച്ചത്. കമ്മ്യൂണിക്കേഷൻ ഇൻ ഇന്ത്യൻ പാർലമെന്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. അടുത്തത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ സീക്വൻസ് ആണ്. ഒന്ന് നോട്ട് ചെയ്യേ നിങ്ങളുടെ ആൻസർ പ്ലീസ്. ദ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് എലമെന്റ്സ് ഇൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇസ്, പ്ലീസ് യുവർ ആൻസർ. Knowledge, interest, evaluation, awareness. Awareness, interest, evaluation, knowledge. Evaluation, awareness, knowledge, interest. Interest, knowledge, evaluation, awareness. മുഹമ്മദ് സൽമാൻ ശരിയാക്കിയിട്ടുണ്ട്. ബി ആണ് ആൻസർ. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ടീച്ചർ ആദ്യം ചെയ്യുന്നത് പ്രീവിയസ് നോളേജ് ചെക്ക് ചെയ്യലാണ്. ശ്രദ്ധിക്കുക. അവയർനെസ് ചെക്ക് ചെയ്യാണ്, പുതിയ ടോപ്പിക് സ്വീകരിക്കാൻ അവർ അവെയർ ആണോ, അപ്പോൾ അവയർനെസ് ചെക്ക് ചെയ്യുന്നു. രണ്ടാമത് ചെയ്യുന്നത് പുതിയ ടോപ്പിക്കില് ഇൻട്രസ്റ്റ് ഉണ്ടാക്കലാണ്, എൻട്രി ആക്ടിവിറ്റിയിലൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുക. മൂന്നാമത്തത് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുത്തിട്ട് പഠന നേട്ടങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനും കോംപ്രിഹെൻഡ് ചെയ്യാനും മനസ്സിലാക്കാനും. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പ്രോസസ്സും വന്നു. ആ പഠന നേട്ടങ്ങളെ കുട്ടി റിമെമ്പർ ചെയ്യുന്നു, കോംപ്രിഹെൻഡ് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഏറ്റവും ഹയസ്റ്റ് ലെവലാണല്ലോ ഇവാലുവേഷൻ. ഇതൊക്കെ ചെയ്ത് കഴിയുന്നു. അവസാനം കുട്ടിക്ക് ക്ലാസ് റൂമിൽ നിന്ന് കൃത്യമായി ഒരു നോളേജ് ആവാം, ആറ്റിറ്റ്യൂഡ് ആവാം, വാല്യൂ ആവാം, സ്കില്ലാവാം, പുതിയ ടോപ്പിക് പഠിക്കുന്നു, ലേണിംഗ് ഔട്ട്കം കിട്ടുന്നു. ഇതാണ് കറക്റ്റ് ഓർഡർ. ഒന്നുകൂടി ക്ലാസ് റൂമിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഓർക്കുക. ആദ്യം പ്രീവിയസ് നോളേജ് ചെക്ക് ചെയ്യുന്നു, അവയർനെസ് ചെക്ക് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നു, പിന്നെ പഠന നേട്ടങ്ങളുടെ വിവിധ സ്റ്റേജിലൂടെ കടന്നു അവസരം കിട്ടുന്നു. ഇതാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ സീക്വൻഷ്യൽ ഓർഡർ. ഇനി ആ ഓർഡർ ആരും തെറ്റിക്കരുത്. ഈ ഒരു എക്സാമ്പിൾ കണക്ട് ചെയ്തുകൊണ്ട് എപ്പോഴും അത് ഓർത്തു വെക്കുക. ഇഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക. പലപ്പോഴും ചോദ്യങ്ങൾ വന്ന ഏരിയയാണ്. ഇഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, കംപ്ലീറ്റ് ആവണം. ഇപ്പൊ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് ഒരു ഇഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല. ക്ലാരിറ്റി വേണം, പറയുന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തത വേണം, കൺസിഡറേഷൻ, നിങ്ങളെ പരിഗണിക്കണം. ടെക്നോളജിയാണ്, പരിഗണിക്കാൻ പറ്റുന്നിടത്തോളം പരിഗണിക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവരും എന്റെ മനസ്സിലുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ആവണം. അബ്സ്ട്രാക്ട് ഐഡിയ ഇങ്ങനെ കുറെ ടെക്നിക്കൽ ടേം പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് ആവണം, കോർഡിനേഷൻ വേണം, ഇതൊക്കെ വേണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. ബ്രീഫ് ആവണം, കൺസൈസ് ആവണം, സോഷ്യൽ ഐഡന്റിറ്റി, ദെൻ ഇൻഫ്ലുവൻസിങ് ആവണം, അപ്രൂവൽ ആൻഡ് അക്നോളജ്മെന്റ് ആവണം, നിങ്ങളെ അംഗീകരിക്കണം, നിങ്ങൾ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഞാൻ അംഗീകരിക്കണം, റിഫ്ലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. ദെൻ നോൺ വെർബൽ ആവാം, നോൺ വെർബൽ ഉപയോഗിക്കണം കൃത്യമായിട്ട്, വെർബൽ മാത്രം ആവാൻ പാടില്ല. ഫേഷ്യൽ എക്സ്പ്രഷൻ വരണം, ബോഡി ലാംഗ്വേജ് വരണം, ഐ കോണ്ടാക്ട് വരണം, കൈനസിസ് വരണം, പേഴ്സണൽ സ്പേസ് വേണം, ദെൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോസ്റ്റർ, ഇതൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആവുള്ളൂ. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ജസ്റ്റ് വായിച്ചു പോയാൽ ഈ പോസിറ്റീവായ മുഴുവൻ ഫീച്ചേഴ്സും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സാണ്. ഇവിടുന്ന് ചോദ്യം എങ്ങനെ വരും എന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കോണ്ടെക്സ്റ്റൽ ആവണം, കൺവിൻസിങ് ആവണം, സ്ട്രാറ്റജിക് ആവണം, എംപത്തറ്റിക് ആവണം, ഷുഡ് നോട്ട് ബി ആംബിഗസ്, അവ്യക്തത ഉണ്ടാവരുത്, ക്രിട്ടിക്കൽ ആവരുത്, ഞാൻ ആരെയും വിമർശിക്കരുത്, പാസീവ് ആവരുത് ടീച്ചർ, കൺട്രൈവ്ഡ് ആവരുത്, അബ്സ്ട്രാക്ട് ആവരുത്, നോൺ ഡിസ്ക്രിപ്റ്റീവ് ആവരുത്, ഇതൊന്നും ആവരുത്. ഷുഡ് നോട്ട് ബി ആണ് കേട്ടോ അവിടെയൊക്കെ വരുന്നത്. അബ്സ്ട്രാക്ട് ഐഡിയകളൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് effective classroom communication. എപ്പോഴും ചോദിക്കുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ഇഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ആ ടിപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു ഏരിയ ഒരിക്കലും മിസ്സാവുകയില്ല. അതിന്റെ മുമ്പ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിന്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ബോഡി ലാംഗ്വേജ്, ഒരാളുടെ ബോഡി ലാംഗ്വേജ്, ടീച്ചറുടെ ബോഡി ലാംഗ്വേജ് സൂചിപ്പിക്കുന്നത് മൂഡാണ്, കോൺഫിഡൻസ് ആണ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ടീച്ചർ ആണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ സൂചിപ്പിക്കുന്നത് കോൺഫിഡൻസ് ആണ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റുഡൻസ്, കുട്ടികളെ പരിഗണിക്കുന്ന ആളാണോ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഐ കോണ്ടാക്ട് എല്ലായിടത്തും ട്രസ്റ്റ് ലെവൽ തന്നെയാണ്, അറ്റൻഷനും സൂചിപ്പിക്കുന്നുണ്ട്. വോയിസ് മോഡുലേഷൻ ഫോക്കസ് ആണ്, അതുപോലെ ടൈപ്സ് ഫോക്കസ് ആണ്. ഏത് ടൈപ്പിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഫാളിംഗ് ടോൺ, റൈസിംഗ് ടോൺ, ചോദ്യമാണോ, സെന്റൻസ് ആണോ, ഗൗരവത്തിലാണോ, സീരിയസ് ആണോ, ഇതൊക്കെ വോയിസ് മോഡുലേഷനിലാണ് കാര്യങ്ങൾ വ്യക്തമാവുന്നത്. ജസ്റ്റേഴ്സും അതുപോലെ ഫോക്കസ് ആണ് സൂചിപ്പിക്കുന്നത്. ദെൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോക്സിമിക്സ്, ഇന്റിമസി ആണ് സൂചിപ്പിക്കുന്നത്. ആ സോണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി, ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി ഇതിനൊരു എല്ലാവരും ഒന്ന് ഉത്തരം എഴുതിക്ക്. ഞാൻ ആദ്യം ചോദ്യം തന്ന് പിന്നെ ഓറിയന്റേഷൻ ആയിരുന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്താണ്. ആദ്യം ഓറിയന്റേഷൻ തന്നു, പിന്നീട് ചോദ്യം. ഇത് നിങ്ങൾ ഒന്ന് ഉത്തരം എഴുതുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ഇഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ? യുവർ ആൻസർ പ്ലീസ്.
subject clarity, reinforcement, keeping with the pace of the students, voice modulation. Okay, stop. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 4 കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചർ ആണ്. ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് സബ്ജക്ട് ക്ലാരിറ്റി ആണ്. എന്തുകൊണ്ട്? അവിടുത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതിനൊരു ഹയറാർക്കി ഉണ്ട്. ഈ ഹയറാർക്കി എല്ലാവരും പഠിച്ചു വെക്കുക. ഹയറാർക്കി ഓഫ് ഇഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സബ്ജക്ട് ക്ലാരിറ്റി ആണ്. പഠിപ്പിക്കേണ്ട പാഠഭാഗം ഞാനിന്ന് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും പ്രഥമ പരിഗണന. രണ്ടാമത് ലാംഗ്വേജ് ക്ലാരിറ്റി. എന്റെ ലാംഗ്വേജ് നന്നായിരിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലാവണം. പിന്നെ കീപ്പിംഗ് വിത്ത് ദ പേസ് ഓഫ് സ്റ്റുഡൻസ്, പിന്നെയാണ് നിങ്ങളുടെ പേസ് വരുന്നത്. പിന്നെ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് മീഡിയ വരുന്നുണ്ട്. പിന്നെയാണ് വോയിസ് മോഡുലേഷൻ വരുന്നത്. ഇതൊക്കെ പിന്നീട് വരുന്നതാണ്. പിന്നെ വേണ്ട പോസ്റ്റർ ആകാം, പിന്നെ റീഎൻഫോഴ്സ്മെന്റ് ആവാം, ഫൈനലി വരുന്നതാണ് ചെക്കിംഗ് കോംപ്രിഹെൻഷൻ. ഇതാണ് ഇതിന്റെ ഒരു ഹയറാർക്കി. അപ്പൊ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സബ്ജക്ട് ക്ലാരിറ്റിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, കൺഫ്യൂസിംഗ് ആണ്. ശ്രദ്ധിക്കുക, ഈ ഒരു ഓർഡർ എല്ലാവരും ഓർത്തു വെക്കുക. ഇനി ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ്, ഇതിലും ഒരു ഓർഡർ ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും പ്രശ്നങ്ങൾ ഇല്ലാതെയാവും. ബാരിയേഴ്സ് ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് നോയ്സ് ആണ്, ശബ്ദം. ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് മെസ്സേജ് റിസപ്ഷൻ. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഒന്നല്ല, ബാരിയേഴ്സ് എന്ന് ഇന്റേണൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരാം. എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ട്, ദേഷ്യമുണ്ട്, അതെന്റെ കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആവാം. നിങ്ങളുടെ ആരുടെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ആണ്, എന്റെ കമ്മ്യൂണിക്കേഷനെ അത് അഫക്ട് ചെയ്യാം. ടീച്ചർ ഫാക്ടർ ആവാം, ആറ്റിറ്റ്യൂഡ് ഓഫ് സ്റ്റുഡൻസ് ആവാം. ഇയാൾ എന്താ ഈ സമയത്ത് പറയുന്നു, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി. നോയ്സ് വിതിൻ സ്പീച്ച്, പുറത്തുനിന്ന് ഉള്ളിൽ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ വരുന്ന എക്സെൻട്രിക് ശബ്ദങ്ങളാവാം, മാനറിസം ആവാം, സെലക്ടിവിറ്റി ആവാം. പാർഷ്യാലിറ്റി, സെലക്ടിവിറ്റി ഒക്കെ പറയല്ലോ. നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നിടത്ത് അവരോട് കാണിക്കുന്ന പ്രജുഡീസ് അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന കൺസിഡറേഷൻ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്തേക്കാം. ലെങ്ത് ഓഫ് ദ കണ്ടന്റ്, നീട്ടി പറഞ്ഞാൽ ചിലപ്പോൾ മടുപ്പ് വന്നേക്കാം. നോയ്സ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം, ക്ലാസിന്റെ പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളാവാം. ഇൻ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, ഞാൻ ഉപയോഗിക്കേണ്ടാത്ത ലാംഗ്വേജ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതും വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കുക, അതും അപ്പോ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെയും ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം, ശ്രദ്ധിക്കുക. ദെൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതും പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അതിങ്ങനെ ഒന്ന് വായിച്ചു പോവുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത സ്ലൈഡിൽ ഞാൻ പറയുന്നുണ്ട്. ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ ആൻഡ് വ്യൂ പോയിന്റ്. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പില്ല, അതും കമ്മ്യൂണിക്കേഷന്റെ ബാരിയറായി മാറിയേക്കാം. ശ്രദ്ധിക്കുക, ഞാനൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ നന്നായിട്ട് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിന് യോജിപ്പില്ലെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കൂല, നിങ്ങൾക്ക് മെസ്സേജ് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ദെൻ ഫിസിക്കൽ ഡിസബിലിറ്റീസ് സച്ച് ആസ് ഹിയറിംഗ് പ്രോബ്ലംസ്, സ്പീച്ച് ഡിഫിക്കൽട്ടീസ്, ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് അൺഫെമിലിയർ ആക്സെന്റ്, ഞാൻ ഉച്ചരിക്കുന്ന ഉച്ചാരണത്തിലുള്ള അസെന്റിലൊക്കെ ഉള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരിക. ദെൻ എക്സ്പെക്ടേഷൻ, നന്നായി എക്സ്പെക്ട് ചെയ്തു, അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല, അതും കമ്മ്യൂണിക്കേഷൻ അഫക്ട് ചെയ്തേക്കാം. ജഡ്ജ്മെന്റൽ, അയാളുടേത് കൊള്ളൂല എന്നുള്ള ഒരു പ്രജുഡീസ് ഉണ്ടാക്കി, അങ്ങനെ ഇരുന്ന എത്ര നന്നായാലും ചിലപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയെന്ന് വരില്ല. ദെൻ മോറലൈസിങ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഞാൻ അത് റൈറ്റ് ആണ്, അത് ശരിയല്ല, അങ്ങനെ ഞാൻ ജഡ്ജ് ചെയ്ത് പറയാം. അങ്ങനെ ജഡ്ജ് ചെയ്ത് പറഞ്ഞാൽ അതും ഓഡിയൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദെൻ കൊമന്റ്സ് ഓഫ് കൺസോളേഷൻ, ഒരാളിങ്ങനെ ആശ്വസിച്ചുകൊണ്ട് ഒരാളോട് എംപത്തറ്റിക് ആയിട്ട് കൂടുതൽ നമ്മൾ ഫോക്കസോട് സംസാരിക്കുക, അതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദെൻ ബീയിങ് സ്കെപ്റ്റിക്കൽ, പറയുന്ന കാര്യത്തിലൊക്കെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവ്, അങ്ങനെ ആയാലും കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവൂല, ബാരിയർ ആയി മാറിയേക്കാം. ബീയിങ് ക്രിട്ടിക്കൽ, ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ്. ഇനിയുണ്ട് കൾച്ചറൽ ഡിഫറൻസ്, യൂസ് ഓഫ് ജാർഗൻസ്, ലാക്ക് ഓഫ് അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസ്ട്രാക്ഷൻ, ഇറലവന്റ് ടു ദ റിസീവർ, ഇമോഷണൽ ബാരിയേഴ്സ്, ദേഷ്യം ഉണ്ടാകുക അല്ലെങ്കിൽ മൂഡ് ഔട്ട് ആവുന്ന സമയത്ത്, ഇപ്പോഴൊക്കെ ആ സമയത്തൊന്നും കമ്മ്യൂണിക്കേഷൻ കോംപ്രിഹെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നില്ല. 3 ആയതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആക്കുന്നത്. ഇവിടെ നിന്നുള്ള ഒരു ചോദ്യമാണ്, ഇതിനൊന്ന് ഉത്തരം എഴുതും നിങ്ങൾ. ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ തരുന്നത്. നിങ്ങൾ ലെറ്റ് മീ ചെക്ക് വെദർ യു ആർ കോൺഫിഡന്റ് ടു അറ്റൻഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, യുവർ ആൻസർ പ്ലീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ബാരിയർ ടു എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ? എല്ലാം ബാരിയർ ആണ്, ഇവിടെയും ശ്രദ്ധിക്കണം. യുവർ ആൻസർ പ്ലീസ്. Lack of appropriate posture, lack of rapport, noise inside and outside the classroom, lack of voice modulation. PSC സക്സസ് മന്ത്ര ശരിയായ ആൻസർ തന്നിട്ടുണ്ട്. ഇവിടെയും ഒരു ഹയറാർക്കി ഉണ്ട്. അതിന്റെ മുമ്പ് മറ്റൊരു ചോദ്യം കൂടി കേട്ടോ. യെസ്, അതിന്റെ ആൻസർ സ്ലൈഡാണ് ആദ്യം വന്നുള്ളത്, സോറി.
ഇതാ ചോദ്യം നോക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ആൻ ഒബ്സ്റ്റക്കിൾ ഇൻ ദ വേ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. താഴെ കൊടുത്തതിൽ ഏതാണ് ബാരിയർ അല്ലാത്തത്? കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, NTA ഓൺലൈൻ ടെസ്റ്റ് നടത്തിയതിന്റെ ശേഷം ചോദിച്ച ചോദ്യമാണ്. താഴെ കൊടുത്തതിൽ ഏതാണ് ബാരിയർ അല്ലാത്തത്? ലോങ് സ്റ്റേറ്റ്മെന്റ് ബാരിയർ ആണ്, നേരത്തെ പറഞ്ഞു. ഇനാഡിക്വേറ്റ് സ്റ്റേറ്റ്മെന്റ് അതും ബാരിയർ ആണ്. വളരെ ബ്രീഫായുള്ള സ്റ്റേറ്റ്മെന്റ്, കൃത്യമായ എക്സ്പ്ലനേഷൻ ഇല്ലാത്ത അതും ബാരിയർ ആണ്. അപ്പൊ ബാരിയർ അല്ലാത്ത ഏതായത് വളരെ ഈസി ആട്ടോ. എ സ്റ്റേറ്റ്മെന്റ് വിച്ച് പെർമിറ്റ്സ് ദ ലിസണർ ടു ഡിറൈവ് കൺക്ലൂഷൻ, അതാണ് ബാരിയർ അല്ലാത്തത്. ഇവിടെയും ഒരു ഹയറാർക്കി ഉണ്ട്, നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഹയറാർക്കി ഓഫ് ബാരിയേഴ്സ്. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ എല്ലാവരും. ഒന്ന്, ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് ക്ലാരിറ്റി ആണ്. അപ്പൊ ബാരിയർ, ഏറ്റവും പ്രധാനപ്പെട്ട ബാരിയർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സബ്ജക്ട് ക്ലാരിറ്റി തന്നെയാണ്. സബ്ജക്ട് ക്ലാരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആ ക്ലാസ് എന്തായിട്ടും കാര്യമില്ല. ദെൻ ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം ആണ്. മറ്റൊന്ന് ലാക്ക് ഓഫ് റാപ്പോ എന്നുള്ളതാണ്. നേരത്തെ തന്ന ഓപ്ഷനിൽ ആദ്യം വരുന്നത്, ഈ ഒരു കൂട്ടത്തിൽ ആദ്യം വരുന്നത് ലാക്ക് ഓഫ് റാപ്പോ തന്നെയാണ്. അപ്പൊ അതാണ് നിങ്ങളുടെ ആൻസർ. നോയ്സ് ഇൻസൈഡ് ദ ആൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം പിന്നീട് വരുന്നതാണ്. ലാക്ക് ഓഫ് മീഡിയ, പ്രോപ്പർ മീഡിയ ഇല്ലാത്ത പിന്നീട് വരുന്നതാണ്. ലാക്ക് ഓഫ് വോയിസ് മോഡുലേഷൻ ഒന്നും ഇല്ലെങ്കിലും സബ്ജക്ട് ക്ലാരിറ്റി കൃത്യമായി ഉണ്ടെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആണത്. ദെൻ ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് പോസ്റ്റർ, അതൊക്കെ പിന്നീട് വരുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട പോസ്റ്റർ ആവാം, മാനറിസ് ആവാം, അതൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പൊ ഇതാണ് ഹയറാർക്കി. ഇത് നോട്ട് ചെയ്യുക. ഇത് തമ്മിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ഫീച്ചേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ 4 ഓപ്ഷൻ തരും, 4ഉം ഫീച്ചർ ആവും, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ബാരിയേഴ്സും തരും, 4ഉം ബാരിയർ ആവും. അവിടെ നിങ്ങൾ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഹയറാർക്കി മനസ്സിലാക്കി വെക്കുക. കുറെ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യുക, അതൊക്കെ എവിടെ വരും എന്ന് നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അത് കണ്ടെത്തുക. ലാക്ക് ഓഫ് റാപ്പോ മേക്കിംഗ് ആണ്. ഒരു ഐസ് ബ്രേക്കിംഗ് നടത്തുക, ഒരു ബന്ധം ഉണ്ടാക്കുക, അതാണ് റാപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു കെമിസ്ട്രി ശരിയാക്കുക എന്ന് പറയില്ലേ, ഒരു പൊരുത്തം ഉണ്ടാക്കുക, അതാണ് റാപ്പോ കേട്ടോ. യെസ്, അതില്ലെങ്കിൽ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഇനി അപ്രോച്ചസ് ഇൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. 3 അപ്രോച്ചസ് ആണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ. ഒന്ന് പാർട്ടിസിപ്പേറ്ററി ആണ്, എഫക്റ്റീവ് അപ്രോച്ച് ആണ്. ഒരുപാട് അപ്രോച്ച് ഉണ്ട്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാധാരണയായി ഉപയോഗിക്കുന്ന അപ്രോച്ചാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 5 മണിക്കൂറിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണമെന്ന വാശിയോടെ 1.5 മണിക്കൂറായി ചുരുക്കിയപ്പോൾ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഗൈഡ് ബൈ ദ സൈഡ്, കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുന്നു, കൂടെ ഗൈഡ് ആയിട്ട് ടീച്ചർ ഉണ്ടാവുന്നു. ബൈ ദി സൈഡ് ഓഫ് ദ സ്റ്റുഡന്റ്, കുട്ടിയുടെ അടുത്ത് തന്നെ അരികെ തന്നെ ടീച്ചർ ഉണ്ടാവുന്ന അപ്രോച്ചാണ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്. ടീച്ചറും കുട്ടികളും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക. മറ്റൊന്ന് റെട്ടറിക്കൽ അപ്രോച്ച് ആണ്. അരിസ്റ്റോട്ടലിന്റെ തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് ടീച്ചറുടെ സംസാരം കുട്ടിയെ സ്വാധീനിക്കുക. പാട്രി അപ്രോച്ച്, ടീച്ചറും കുട്ടികളും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക. മറ്റൊന്ന് റെട്ടറിക്കൽ അപ്രോച്ച് ആണ്. അരിസ്റ്റോട്ടലിന്റെ തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് ടീച്ചറുടെ സംസാരം കുട്ടിയെ സ്വാധീനിക്കുക. കുട്ടിയെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടീച്ചർ സംസാരിക്കുക, ക്ലാസ് എടുക്കുക. Be an inspiring teacher. Use of available means of communication to influence and inspire others' behavior. അതാണ് റെട്ടറിക്കൽ അപ്രോച്ച്. ഇൻസ്പയറിംഗ് ടീച്ചേഴ്സിന്റെ അപ്രോച്ച് അത് തന്നെയാണ്. മറ്റൊന്ന് അതോറിറ്റേറിയൻ അപ്രോച്ച്, ടീച്ചർ സെന്റേഡ്. ടീച്ചർ സേജ് ഓൺ ദ സ്റ്റേജ്. ടീച്ചർ സ്റ്റേജിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. കുട്ടികൾ താഴെ ഇരിക്കുന്നു, ടീച്ചർ പറയുന്നത് കേൾക്കണം, കുട്ടികൾക്ക് പ്രതികരിക്കാനുള്ള അവസരമില്ല. ഇതാണ് ക്ലാസ് റൂം അപ്രോച്ചിലെ 3 അപ്രോച്ച്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഞാനിവിടെ ഉൾപ്പെടുത്തിയത്. ഇവിടെ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ആക്റ്റീവ് ലിസ്ണർ, മാർജിനൽ ലിസ്ണർ, നോൺ ലിസ്ണർ, ഇവാലുവേറ്റീവ് ലിസ്ണർ. 4 കാറ്റഗറീസ്. ദർ ആർ 4 കാറ്റഗറീസ് ഓഫ് ലിസ്ണേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ഇൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ആക്റ്റീവ് ലിസ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നു. എന്തിനു മനസ്സിലാക്കുന്നു? ക്രിയേറ്റീവ്ലി അവർ അതിനെ ലിസൺ ചെയ്യുന്നു. എന്തിനു നമ്മളത് പറഞ്ഞു? കോണ്ടെക്സ്റ്റ് വെച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് അവർക്ക് ഇൻഫർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇൻഫർ ചെയ്ത് എടുക്കുന്നു, കൃത്യമായി ഇടപെടുന്നു. അങ്ങനത്തെ ലിസണേഴ്സ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം, ശ്രദ്ധിക്കുക. ആക്റ്റീവ് ലിസണേഴ്സ് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ദേ വിൽ ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ദെൻ മാർജിനൽ ലിസണർ എന്ന് പറഞ്ഞാൽ മുഴുവനും ശ്രദ്ധിക്കൂല, ചില ഭാഗങ്ങൾ മാത്രം, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ശ്രദ്ധിക്കേണ്ടത് മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണ് മാർജിനൽ ലിസണർ. നോൺ ലിസണർ എന്ന് പറഞ്ഞാൽ ചെവി കൊണ്ട് കേൾക്കും, മനസ്സുകൊണ്ട് കേൾക്കൂല, അതാണ് നോൺ ലിസണർ. ഇവാലുവേറ്റഡ് ലിസണർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കും, പക്ഷെ അയാൾ ശ്രദ്ധിക്കുന്നത് വേറൊരു കാര്യത്തിനാണ്, കാര്യം മനസ്സിലാക്കാനല്ല, വിമർശിക്കാനാണ്. എവിടെയെല്ലാം തെറ്റുകൾ പറ്റുന്നുണ്ടോ അതാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് there are 4 categories of listeners. ഇനി മാസ് മീഡിയയിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഞാൻ മെറ്റീരിയൽസ് തരാം. 3:30 ആയിട്ടുണ്ട്. മാസ് മീഡിയയിൽ വരുന്ന, നേരത്തെ ചോദിച്ചിരുന്ന, റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല, നിങ്ങൾ ഒന്ന് റെസ്പോൺസ് തരികയാണെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് നോക്കി നിങ്ങൾ പഠിക്കോ ഒന്ന് അറിയിച്ചാൽ, ഒന്ന് ചാറ്റിലൂടെ അറിയിക്കും പെട്ടെന്ന്. 3:30 ആയിട്ടുണ്ട്. ഓക്കെ,
മാസ് മീഡിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പൊ അടുത്തൊന്നും റീസെന്റ് ആയത് ചോദിച്ചില്ല കേട്ടോ, നേരത്തെ ചോദിച്ചുകൊണ്ട് മാത്രം ഉൾപ്പെടുത്തിയാണ്. നിങ്ങൾ പഠിക്കുക, ഇതിൽ മെറ്റീരിയൽസ് കൂടുതൽ എടുത്ത് പഠിക്കുക. ഒന്ന് പ്രസാർ ഭാരതിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് ലാർജസ്റ്റ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസിയാണ്. 1997 നവംബർ 23 ഫോം ചെയ്യുന്നത്. ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടർ വരുന്നത്. എക്സിക്യൂട്ടീവ് ഏജന്റ് എന്ന് പറയുന്ന 2 പേരാണ്. ഒന്ന് ചെയർമാൻ ആണ്. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ എ സൂര്യപ്രകാശ് ആണ്. പഠിച്ചു വെക്കുക, ചിലപ്പോ ഒരു ഫാക്ച്വൽ ലെവലിൽ ചോദിച്ചേക്കാം, ഇതുവരെ കണ്ടിട്ടില്ല. മറ്റൊന്ന് സിഇഒ ആണ്. സിഇഒ ശ്രീ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ശശി ശേഖർ വെമ്പാട്ടിയാണ് സിഇഒ ആയിട്ടുള്ളത്. ഈ പ്രസാർ ഭാരതിയുടെ കീഴിലാണ് ദൂരദർശൻ വരുന്നത്. അതുപോലെ ടെലിവിഷൻ നെറ്റ്വർക്ക്, ഓൾ ഇന്ത്യ റേഡിയോ, ഇതൊക്കെ വരുന്നത് പ്രസാർ ഭാരതിയുടെ കീഴിലാണ്. പ്രസാർ ഭാരതിയാണ് ഇന്ത്യയിലെ ടെലിവിഷനും അതുപോലെ പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ പ്രസാർ ഭാരതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഇൻഫോം, എഡ്യൂക്കേറ്റ് ആൻഡ് എന്റർടൈൻ, ഇതാണ്. യെസ്, റേഡിയോ വേണ്ട. ഇനി ഓൾ ഇന്ത്യ റേഡിയോ, പ്രസാർ ഭാരതിയുടെ 1ാമത്തെ ഏജൻസി ഓൾ ഇന്ത്യ റേഡിയോ ആണ്. അതും നിങ്ങൾ കുറച്ച് ഫാക്റ്റ് ആണ് പഠിച്ചു വെക്കേണ്ടത്. നേരത്തെയൊക്കെ ചോദിച്ചിരുന്നു, ഇപ്പൊ ഇത് ചോദിച്ചു കാണുന്നില്ല. മൈനസ് മാർക്കുള്ള സമയത്തൊക്കെ ചോദിച്ചിരുന്നു. എങ്കിലും അഥവാ ചോദിച്ചാലോ, സിലബസിൽ ഉണ്ടല്ലോ. ഓൾ ഇന്ത്യ റേഡിയോ ഒഫീഷ്യലി നോൺ ആസ് ആകാശവാണി. 1956 ശേഷം ഒഫീഷ്യലി അറിയപ്പെടുന്നത് ആകാശവാണി എന്നാണ്. നിങ്ങൾക്കറിയാം, നാഷണൽ പബ്ലിക് റേഡിയോ ബ്രോഡ്കാസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. എ ഡിവിഷൻ ഓഫ് പ്രസാർ ഭാരതിയാണ്. അതിന്റെ മോട്ടോ ബഹുജൻ ഹിതായ ബഹുജൻ സുഖായ ആണ്. ഫൗണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. 1930 ഫൗണ്ട് ചെയ്തത്. ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടർ. 23 ഭാഷയിൽ 146 ഡയലക്റ്റില് പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ടയർ സിസ്റ്റം ഉണ്ട്. നാഷണൽ ലെവലിലുണ്ട്, റീജിയണൽ ലെവലിലുണ്ട്, ലോക്കൽ ലെവലിലുണ്ട്. അതാണ് ഓൾ ഇന്ത്യ റേഡിയോ. TV നിങ്ങൾക്കറിയാം, അതും നമുക്ക് ദൂരദർശൻ. അതിൽ ദൂരദർശൻ ഒന്ന് ശ്രദ്ധിക്കുക. എഗെയിൻ ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റ് ആണ്. 1959 സെപ്റ്റംബർ 15 ഫൗണ്ട് ചെയ്യുന്നത് ഡൽഹിയിൽ വെച്ച്. അതിന്റെ മോട്ടോ എന്ന് പറയുന്നത് സത്യം ശിവം സുന്ദരം എന്നാണ്. ആദ്യം ലോഞ്ച് ചെയ്ത ഡേറ്റ് ആണ്. ഫൗണ്ട് ചെയ്തത് സെപ്റ്റംബർ 15 ലോഞ്ച് ചെയ്യുന്നത് അന്ന് തന്നെയാണ്. പാരന്റ് ഓർഗനൈസേഷൻ അറിയാം, പ്രസാർ ഭാരതിയെ ഞാൻ നേരത്തെ പറഞ്ഞു. ദേശീയാടിസ്ഥാനത്തിൽ ദൂരദർശനിൽ സംപ്രേഷണം തുടങ്ങി 82 നിങ്ങൾക്കറിയാം. അന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് കളർ TV സംപ്രേഷണം തുടങ്ങി. അതിനുശേഷം ഏഷ്യൻ ഗെയിംസ് 82 നടന്നത് ഡൽഹിയിൽ വെച്ച് നടന്ന് അതും ടെലികാസ്റ്റ് ചെയ്തു. അതൊക്കെ ചെറിയ ഫാക്ച്വൽ കാര്യങ്ങളാണ്. പിന്നെ പ്രിന്റ് മീഡിയയാണ് വരുന്നത്. പ്രിന്റ് മീഡിയയിൽ വരുന്ന സാധനങ്ങൾ ന്യൂസ് പേപ്പേഴ്സ്, ദെൻ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. സിസ്റ്റമാറ്റിക് ആണ്, ലീനിയർ ആണ്, അഡ്വർടൈസിംഗ് ആണ്. ഓക്കെ, യെസ്. ദെൻ മറ്റൊന്നാണ്, നിങ്ങൾ ആ ടൈറ്റിലെങ്കിലും മനസ്സിലാക്കി വെക്കുക, എന്നാൽ നിങ്ങൾ കുറച്ചുകൂടി അത് ഫോക്കസ് ചെയ്തോളൂ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, പത്രങ്ങളെ പ്രിന്റ് മീഡിയയെ നിയന്ത്രിക്കാനുള്ള ഏജൻസിയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. 1966 ജൂലൈ 4 ആയിട്ടാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട്, ഒരു കോസി ജുഡീഷ്യൽ ബോഡി ആയിട്ട് രൂപീകരിക്കുന്നത്. പത്രങ്ങളുടെ ചുമതല, പ്രസിന്റെ ചുമതല പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്കാണ്. ഇപ്പോൾ അതിന്റെ JR മുതോൽക്കർ ആണ്. ഇപ്പോഴല്ല കേട്ടോ, അന്നത്തെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് JR മുതോൽക്കർ ആണ്. ദെൻ ഞാൻ പറഞ്ഞല്ലോ, പത്രങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പത്രങ്ങൾക്ക് ആവശ്യമായ കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ അവർ എന്തായാലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് പത്രങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചന്ദ്രമൗലി കുമാർ പ്രസാദ് ആണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇത് ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് ന്യൂസ് ഏജൻസിയാണ്. ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, രണ്ടും മാറിപ്പോരുത്. മറ്റ് പത്രങ്ങളുടെ ബോഡിയാണ്, അപെക്സ് ബോഡിയാണ്. ഇത് ലാർജസ്റ്റ് ന്യൂസ് ഏജൻസിയാണ്. 47 ഓഗസ്റ്റ് 27 കണ്ടെത്തിയത്. ന്യൂഡൽഹിയിൽ തന്നെയാണ് ഹെഡ് ക്വാർട്ടർ വരുന്നത്. നോൺ പ്രോഫിറ്റ് ഏജൻസിയാണ്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അവീക് സർക്കാരാണ്. 2020 അദ്ദേഹം അപ്പോയിന്റഡ് ആയത്. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ അപ്പോയിന്റഡ് ആയതാണ്. പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. ഈ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ള ആദ്യത്തെ UGC എക്സാം ആണ്. അപ്പൊ വേണമെങ്കിലും ഒന്ന് നോട്ട് ചെയ്തോ, ചോദിച്ചാൽ അവീക് സർക്കാരാണ് പുതിയ ചെയർമാൻ വരുന്നത്. ദെൻ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ, അടുത്ത ഏജൻസിയാണ് മാസ് മീഡിയയിൽ വരുന്നത്. എ മൾട്ടിലിംഗ്വൽ ന്യൂസ് ഏജൻസി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ബഹുഭാഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഏജൻസിയാണ്. ഡിസംബർ 1961 ഒരു ഇംഗ്ലീഷ് ന്യൂസ് ഏജൻസി ആയിട്ട് അത് ആദ്യം ഫൗണ്ട് ചെയ്തു. പിന്നെ അതിന്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 21, 1961 വിധാൻ ചന്ദ്ര റോയ് ആണ് അതിന്റെ ഫൗണ്ടർ വരുന്നത്. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇന്റർനെറ്റ്, അത് ICT വരുന്ന കാര്യമാണ്. ഇനി ഒരു 5-6 ക്വസ്റ്റ്യൻസോടെ കൂടെ നമുക്ക് അവസാനിപ്പിക്കാം. സിലബസിൽ പറയുന്ന ഏരിയ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 10 വർഷത്തിന് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളെല്ലാം ഈ ഒരു 1.5 മണിക്കൂർ പ്രസന്റേഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. 5 മണിക്കൂർ നടത്തുന്ന പ്രസന്റേഷൻ ആണ്. അപ്പോൾ അതിൻ്റെതായ വേഗത വന്നിട്ടുണ്ടാവും, നിങ്ങൾ സഹകരിച്ചിട്ടുണ്ടാവും. ഏകദേശം നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് 10 മാർക്ക് 5 ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഉള്ള കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ്, as a teacher, select the best option to ensure your effective presence in the classroom. Your option, please.
Hello, your option. Adoption of adoption of well established posture. Number 3 ആണ്. മാർക്ക് കിട്ടുള്ളൂ. കിട്ടിയ ആളുകൾ മാർക്ക് ഇടുക. എത്ര എണ്ണം കിട്ടി? ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ മാർക്ക് കിട്ടണം. ആറ്റിറ്റ്യൂഡ് ആക്ഷൻസ് അപ്പിയറൻസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആർ കൺസിഡേർഡ് ആസ് actions, appearance, body language, our feelings, they are considered as in communication, classroom communication. അത് ഫോക്കസ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ, യെസ്, നോൺ വെർബൽ എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ഡിബേറ്റ്, ഇതുവരെ ചോദ്യം ചോദിച്ചിട്ടില്ല. പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. സബ്ജക്ട് കോമ്പിറ്റൻസി, ഗുഡ് ലാംഗ്വേജ് വേണം. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. യെസ്, യൂസ് ഓഫ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ബിക്കം സൈക്ലിക്. പബ്ലിക് സ്പീക്കിംഗ് നിങ്ങൾ ഒരു പ്രസംഗം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്താൽ മതി. മെറ്റീരിയൽസ് തരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ബിക്കം സൈക്ലിക്. പെട്ടെന്നാക്ക്, 3:40 വെൻ റിസീവർ ഗിവ്സ് ഫീഡ്ബാക്ക് എന്നാണ് റൈറ്റ് ആൻസർ. ഓരോരുത്തരും വെൻ റിസീവർ ബിക്കംസ് യാതൊരു സംശയമില്ല. അതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഫീഡ്ബാക്ക് മെസ്സേജിലൂടെ കൊടുക്കുമ്പോൾ അവിടെ ഒരു എൻകോഡിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷനാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് ഇവിടെ ഈ 4ാമത്തെ ഓപ്ഷൻ ഇല്ലെങ്കിൽ 3ാമത്തതാണ് ശരി. UGC അങ്ങനെ കൺഫ്യൂസിങ് ഓപ്ഷൻസ് തന്നേക്കാം. റിസീവർ എൻകോഡ് ചെയ്യുക, ഇവിടുന്ന് ഭാഷ വീണ്ടും അങ്ങോട്ട് അയക്കുക, മെസ്സേജ് അയക്കുക. ഗുഡ്, ഫീഡ്ബാക്ക് കൊടുക്കൽ തന്നെയാണ് അത്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ ടേം അനുസരിച്ച് കൃത്യമായിട്ട് കൊടുത്ത ഓപ്ഷൻ അതാണ്. അതുകൊണ്ട് അതാണ് കറക്റ്റ് ആൻസർ. ഞാൻ ബോധപൂർവ്വം ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അത്. ഇനി ഹൗ ടു മേക്ക് യുവർ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണ്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. ഓപ്പൺ അപ്പ് വിത്ത് ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ്, കുട്ടികൾക്ക് ചാലഞ്ച് ആവുന്ന ക്വസ്റ്റ്യൻസോടെ തുടങ്ങാം. ഒബ്ജക്റ്റീവ്സ് ആദ്യം പരിചയപ്പെടുത്താം. ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിക്കുക, ഹ്യൂമേഴ്സ് ഉപയോഗിക്കുക, എക്സാമ്പിൾസ് ധാരാളം കൊടുക്കുക, കുട്ടികളുടെ പേസ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് മാത്രം കമ്മ്യൂണിക്കേറ്റ് റെസ്പെക്ട്ഫുള്ളി, കുട്ടികളെ റെസ്പെക്ട് ചെയ്യുക. റിപ്പീറ്റ് യുവർ മെസ്സേജ് ഇൻ ഡിഫറെന്റ് വേസ്, ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ധാരാളം ഉപയോഗിക്കുക. വോയിസ് മോഡുലേഷൻ വേണം. ഡിമോട്ടിവേഷനെ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്, അവോയ്ഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രോപ്പർ ഐ കോണ്ടാക്ട് വേണം. അതൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് മോഡിഫൈ ചെയ്യുക, ക്ലിയർ ആവുക, അവോയ്ഡ് മാനറിസം, ഡു നോട്ട് റീഡ്, വെറുതെ വായിച്ചു പോകരുത്. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ചെയ്യാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം, നമ്മുടെ ക്വസ്റ്റ്യൻസ് തുടരുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും ക്ഷമിക്കുക, ക്വസ്റ്റ്യൻസ് തുടരുന്നു. എവറി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് എഫക്റ്റഡ് ബൈ ഇറ്റ്സ്. യുവർ ഓപ്ഷൻ പ്ലീസ്. യെസ്, റൈറ്റ് ആൻസർ. കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടന്റ് എലമെന്റ് ആയി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കോണ്ടെക്സ്റ്റ്. അത് മറക്കരുത് ഒരിക്കലും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ശ്രദ്ധിക്കുക, ഹയറാർക്കി ഒക്കെ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? കൺവിൻസിംഗ് ഡയലോഗ്, കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന ഡയലോഗ്. പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഓഡിയൻസ്. വൺ വേ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ. സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഗ്രേപ്പ് വൈൻ. യുവർ ആൻസർ പ്ലീസ്. യെസ്, എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ് നിങ്ങളിൽ. വൺ വേ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ. വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഹൈറാർക്കി നോക്കുക. വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? moralizing, being judgmental and comments of consolation, dialogue, summary and self-review, use of simple words, cool reaction and defensive attitude, personal statement, eye contact and simple narration. Happy, again happy, thank you. അതുപോലെ തന്നെ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. 1 ആണ്. മോസ്റ്റ് ഓഫൺ ദ ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ ഇസ്. അതൊന്ന് ശരിയാക്കിയേ. മോസ്റ്റ് ഓഫൺ ദ ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ ഇസ്. യെസ്, വെരി ഗുഡ്. എല്ലാവരും ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. യൂട്ടിലിറ്റേറിയൻ ആണ്. യെസ്. ഇൻ ക്ലാസ് റൂം എ കമ്മ്യൂണിക്കേറ്റേഴ്സ് ട്രസ്റ്റ് ലെവൽ ഇസ് ഡിറ്റർമൈൻഡ് ബൈ. In classroom, a communicator's trust level is determined by. Super. എല്ലാവരും ഉഷാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും പ്രാവശ്യം നെറ്റും JRF ഒക്കെ കിട്ടും. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നോ അത് കിട്ടും കേട്ടോ. കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്തിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. എല്ലാവരും ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. എവറി കമ്മ്യൂണിക്കേറ്റർ ഹാസ് ടു എക്സ്പീരിയൻസ്. ശ്രദ്ധിച്ചാൽ ആൻസർ കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഓഡിയൻസിൽ നിന്ന് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു?
മാനിപ്പുലേറ്റഡ് ഇമോഷൻ എന്ന് പറഞ്ഞ കൃത്രിമ വികാരമാണോ? ഓരോന്നും വിശദീകരിക്കുന്നില്ല. യെസ്, സൂപ്പർ. ആന്റിസിപ്പേറ്ററി എക്സൈറ്റ്മെന്റ് ആണ്. അവർ പ്രതികരിക്കുന്നുണ്ടെന്ന് അറിയുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്നതാണ് ഒരു ആന്റിസിപ്പേറ്ററി എക്സൈറ്റ്മെന്റ്. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡ്രിവൺ ബൈ, ശരിയാക്കിക്കേ, തെറ്റിക്കാൻ പാടില്ല കേട്ടോ. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡ്രിവൺ ബൈ സൂപ്പർ. എൻകോഡേഴ്സ് പേഴ്സണാലിറ്റി ക്യാരക്ടറിക്സ്. നമ്മളെ പേഴ്സണാലിറ്റി കണ്ടാൽ അറിയാം എന്താണ്, അതിനനുസരിച്ചാണ് എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ വരിക, മാനറിസം എല്ലാം അതിനനുസരിച്ച് മുന്നോട്ട് വരും. യെസ്. Generally, it has been witnessed that the communication in the class disrupt because സാധാരണ ഒരു ക്ലാസ് റൂമിലെ കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുന്നത്, ശരിയാക്കിക്കേ എല്ലാവരും, കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂമിൽ തടസ്സപ്പെടുന്നത് the student's attention is not focused on it. The teacher delivers a monotonous lecture. ഇതില് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും എഫക്റ്റീവ് ഹയറാർക്കി അനുസരിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇത് ഹയറാർക്കി ഒന്ന് നോക്കണം. നോയ്സ് ഒക്കെ അവസാനം വരുന്നത്. ഞാൻ പറഞ്ഞു സബ്ജക്ട് ക്ലാരിറ്റി കുട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. സബ്ജക്ട് ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ ടീച്ചർ ഹാസ് ടു make the subject more clear to the students. If she is delivering a monotonous lecture, it will not be effective. Answer is B. എപ്പോഴും ഹയറാർക്കിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ് എന്നുള്ളത്. If you are interested in maintaining effective communication in your class, what will you do? ഒന്ന് ശരിയാക്കിക്കേ. If you are interested in maintaining effective communication in your class, what will you do? നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം, എന്ത് ചെയ്യും? ഇവിടെയും ആ ഹയറാർക്കി എല്ലാവരും ഓർക്കുക. അതിനു വേണ്ടിയാണ് അത്രയും ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എല്ലാവരും ട്രാക്കിൽ കയറി എന്ന് പറയുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് ഈ ഏരിയ വളരെ ഈസി ആണെന്നുള്ള ധാരണ നിങ്ങളിൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ദ വർക്ക് ഓഫ് മെസ്സഞ്ചർ ഈസ് all of the above. അടുത്ത സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്ലൈഡ് എന്ന് പറയുന്നത്. ഇത്ര നേരം എന്നെ ശ്രവിച്ചതിന് എല്ലാവർക്കും നന്ദിയാണ്. ഒഫീഷ്യലി നന്ദി പറയാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ തന്നെയുള്ളൂ. ഞാൻ ഇതിന്റെ കോർഡിനേറ്റർ ആണ്. അപ്പോൾ ഒഫീഷ്യലി ഞാൻ തന്നെയാണ് നന്ദി പറയേണ്ടത്. അപ്പോ പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഏരിയയെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കൃത്യമായിട്ട് ഈ സിലബസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടെ വരുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഈ ഏരിയ ഒക്കെ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ നിന്ന് 10 മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിക്കേഷൻ ഏരിയ എല്ലാവരും 10 മാർക്ക് നേടും. മാത്രമല്ല എല്ലാവർക്കും UGC കിട്ടട്ടെ. നെറ്റും JRF നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് ഇപ്പോൾ എനിക്ക് ആശംസിക്കാനുള്ളത്. തുടർന്ന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ പറഞ്ഞതുപോലെ എൻവയോൺമെന്റ് എഡ്യൂക്കേഷനിൽ ഡോക്ടർ അഫീഫ് തറവട്ടത്താണ് ക്ലാസ് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ UGC കോച്ചിങ്ങില് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ പ്രിൻസിപ്പള്, അദ്ദേഹത്തിന്റെ 1 മണിക്കൂർ നമുക്ക് കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ, നൗഷാദ് സാറിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ബാക്കി എന്നോണം കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ ആ 2 വേദിയും നിങ്ങൾ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും വളരെ ശ്രമകരമായ കാര്യമാണ് ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും തീർക്കേണ്ട ടോപ്പിക്കാണ്. 1.5 മണിക്കൂറിൽ